ക്വസ്റ്റ്യൻസും റിപ്പോർട്ടായി വന്നു. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, കാരണം എങ്ങനെ ഇതിനെ പ്രൊസീഡ് ചെയ്യണം എന്ന് എനിക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ്. അതിൽ എനിക്കിത് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്, അതായത് ഡോക്ടർ CJ വർഗീസ്. എനിക്കറിയാം, കുറെ കാലമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. ഏറ്റവും ഭംഗിയായിട്ട് ഇത് ചെയ്തു തരും എന്ന് ഉറപ്പോട് കൂടിയിട്ട് ഈ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. Thank you, Dr. Devanand. Thank you, Dr. അനിത. പതിപോലെ നമുക്കൊരു നിശബ്ദ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും ക്ലാസ് ഭംഗിയായിട്ട് മനസ്സിലാകാനും അത് അവരവരുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാകാനും അവരുടെ ഡിയർ ആൻഡ് നിയർ വൺസ് എന്ന് പറയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തിൽ നമ്മുടെ അറിവ് ഉപയോഗപ്രദമാകാൻ വേണ്ടിയിട്ടും നമ്മൾ ഡോക്ടേഴ്സ് ആകുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന രോഗികളിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുമുള്ള സഹായത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഒരു കടലിലെ ഒരു തുള്ളി പോലെയാണ് ഈ ലോകത്തിന്റെ 8 ബില്യൺ പോപ്പുലേഷനിൽ വളരെ ചെറിയ ഒരു ഗ്രൂപ്പ് ഇത് പഠിപ്പിക്കുന്നു. പക്ഷെ ഇതിന്റെ പ്രാധാന്യവും സാങ്കത്യവും ഒക്കെ വളരെയധികം കൃത്യമായും ഭംഗിയായിട്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ട കടമ്പകൾ ഒത്തിരി വളരെ കൂടുതലാണ്. എങ്കിലും നമ്മളുടെ ചെറിയ ശ്രമം അണ്ണാറക്കണ്ണനും എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഒക്കെ വളരെയധികം വിലമതിക്കുകയാണ്. ഇപ്പൊ കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് സർവശക്തൻ എന്ന് പറയുന്ന സർവാധിപൻ ആയിട്ടുള്ള ഗോഡ് കൺസെപ്റ്റാണ് നമുക്കെല്ലാം ഉള്ളത്. ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ഡൈനാമിക്സിൽ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട്, അതായത് സട്ടിൽ പവേഴ്സ്, അത് ഹോമിയോപ്പതി ഡോക്ടേഴ്സും അല്ല ഈ GHKയും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സർവശക്തനിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. 2 അനൗൺസ്മെന്റ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മള് ഡോക്ടർ ഹാനിമാന്റെ ബർത്ത്ഡേ ആഘോഷിച്ച് നമ്മൾ April 10th വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് പോലെ അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ ഞങ്ങള് ഗ്ലോബൽ GHK അത് വേൾഡ് GNM ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. ഡോക്ടർ റൈക്കെ ചെർഹാമിന്റെ ബർത്ത്ഡേ May 17 വരും. അപ്പൊ അത് ഒരു കഴിഞ്ഞ കുറെ 5-6 വർഷമായി ഞങ്ങളത് ആഘോഷിക്കുകയാണ്. ഈ വർഷം ആഘോഷമുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും യൂട്യൂബിൽ. ഈ ഹോൾ മന്ത് ഓഫ് മെയ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളെല്ലാവരും അത് വ്യൂ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഞാൻ അപേക്ഷിക്കുകയാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാംസ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ പ്രോഗ്രാംസ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഓരോ രോഗത്തെ കുറിച്ചുള്ള വിശദമായുള്ള പഠനം ഇവിടെ അവസാനിക്കുകയാണ്. ശാരീരിക രോഗങ്ങളാണ് നമ്മൾ ഇതുവരെയും പഠിച്ച പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ഇന്ന് ഈ ക്ലാസ് അവസാനിക്കുന്നതോടുകൂടി അടുത്ത ചൊവ്വാഴ്ച മുതൽ നമുക്ക് മാനസിക രോഗത്തെക്കുറിച്ച്, അതിനെ മാനസിക രോഗം എന്ന് പറയുന്ന മെന്റൽ ഡിസീസ് മാത്രമായിട്ടല്ല ഡോക്ടർ ഹാമർ കാണുന്നത്. അത് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉണ്ട്, അല്ലെ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇങ്ങനെ മനസ്സ് എന്ന് പറയുന്നതിനെ കൂടുതലും ബാധിച്ച ശാരീരിക രോഗങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അത് തന്നെയാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോ ശാരീരിക രോഗങ്ങളുടെ പ്രോമിനൻസ് ഇനിമേൽ കുറയും. ഇനി മാനസികമായിട്ടുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുക. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡോക്ടർ ഹാമർ ഒരിക്കലും അതിനെ മെന്റൽ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു സൈക്യാട്രിക് ഡിസീസ് എന്ന് പറയുന്ന പോലെ സപ്രസ് ചെയ്യേണ്ട രോഗമായിട്ടല്ല വളരെ വിശദമായിട്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് തന്നെ സമയമെടുക്കും. അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾ കൂടുതൽ പേര് പങ്കെടുത്ത്, കാരണം നിങ്ങൾ എല്ലാവരും അല്ലെ നമ്മളെല്ലാവരും സ്കിസോഫ്രെനിക് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിൽ പെടുന്നവരാണ് ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അത് സാധാരണ പോലെ കൺവെൻഷണൽ മെഡിസിൻ അല്ല അലോപ്പതിക്കാര്
സൈക്യാട്രിക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുത്തുന്ന കുറച്ച് രോഗങ്ങൾ മാത്രമല്ല, നമ്മുടെ ഡെയിലി അത് നമുക്ക് എല്ലാവർക്കും മാനസികമായ എന്താ പറയാ താളം തെറ്റലുകൾ ഒരു ജീവിതത്തിൽ ഉണ്ടാകാം എന്നും അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് വിശദമായിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുക്കണം. നമുക്ക് അധികം ഇൻട്രൊഡക്ഷന് സമയമില്ല, കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വളരെ നീണ്ട ഒരു ദിവസം മുഴുവൻ ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കുമാണ് ഇന്നത്തെ. ഡോക്ടർ ദേവാനന്ദ് പറഞ്ഞ പോലെ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ ദേവാനന്ദിന്റെ കേസിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഒരിടത്തും തീരത്തില്ല. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങുകയാണ്. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഹാർട്ട് എന്ന് പറയുന്നത് ഒരു പമ്പാണ്. എല്ലാവരും എന്നെ ശ്രമിക്കുന്ന GHK പഠിക്കാത്ത, ഒരു പക്ഷേ ഡോക്ടർ ശശിയോ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാത്ത എല്ലാവരെയും സംബന്ധിച്ച് ഹാർട്ട് ഒരു പമ്പാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് GHK. ഹാർട്ട് അശുദ്ധരക്തവാഹികളും ശുദ്ധരക്തവാഹികളുമായുള്ള കുഴലുകളുടെ സങ്കല്പം നമ്മുടെ ഫിഷ് ഏജിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാലത്ത് മത്സ്യത്തിന്റെ രൂപത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഗിൽസ് എന്ന് പറയുന്ന ശുദ്ധരക്തവാഹികളും അശുദ്ധരക്തവാഹികളുമായിട്ട് എയർ എക്സ്ചേഞ്ച്, ഓക്സിജനേഷൻ നടക്കുന്ന ആ ഒരു ചെകിളകളുടെ സ്ഥാനത്താണ് നമ്മൾ ഡെവലപ്മെന്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 2 ട്യൂബേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ട്യൂബ് ഒരു ഒരു ട്വിസ്റ്റ് നടന്നപ്പോഴാണ്, ആ ട്വിസ്റ്റ് നടന്നത് എംബ്രിയോളജിയുടെ ഒരു ഭാഗമായിട്ടാണെങ്കിലും അത് ഈ ബ്ലഡ് പ്രഷറിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ഇത് വന്നത്. കാരണം ഇതൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം അത് തന്നെ വളരെയധികം വിശദമായിട്ടുള്ള ഏരിയയാണ്. നിങ്ങൾ പോയി പഠിക്കുക. ഹാർട്ട് ഈസ് നോട്ട് എ പമ്പ് അക്കോർഡിംഗ് ടു GHK. അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഹാർട്ട് എപ്പോഴും ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും. എംബ്രിയോളജിക്കലി അത് വിശദമായിട്ട് പഠിക്കാൻ ധാരാളം റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് GHKയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മാത്രം സങ്കല്പിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടത്തുന്നത്, ഓരോ ബീറ്റിലും ഒരു ട്വിസ്റ്റ് നടത്തുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എന്താണ്? ബ്ലഡ്. അപ്പൊ ഈ ബ്ലഡിന്റെ പ്രഷർ ഡിഫറൻസിൽ, അതായത് ആർട്ടീരിയൽ ബ്ലഡ് എന്താ പറയണ്ടേ എക്സിറ്റ് ചെയ്യുന്നു, വീനസ് ബ്ലഡ് അല്ലെങ്കിൽ സോക്കോൾഡ് ഇമ്പ്യൂർ ബ്ലഡ് ഇൻലേക്ക്. ഈ പ്രഷർ ഡിഫറൻസ് കൊണ്ട് എല്ലാ ഫ്ലൂയിഡും എല്ലാ ഓസ് എന്ന് പറഞ്ഞ ഒരു ട്യൂബിലൂടെ കടന്നു പോകുമ്പോൾ അതിന് സ്പൈറൽ ഷേപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇപ്പൊ വെള്ളം പോകുമ്പോൾ നമ്മൾ വിചാരിക്കും പൈപ്പിലൂടെ ഒരു വലിയ ഓസിലൂടെ സ്ട്രേറ്റ് പോവാണ്. അങ്ങനെയല്ല. വെള്ളം എപ്പോഴും അതിന്റെ ഫ്ലൂയിഡിറ്റി കാരണം അതിന്റെ ഒരു സ്പൈറൽ ചേണിങ് അല്ലെങ്കിൽ സ്പൈറൽ ഒരു ഒരു മൂവ്മെന്റ് മാറുന്നുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന പ്രഷർ ഡിഫറൻസ് കൊണ്ട് ആർട്ടീരിയൽ ബ്ലഡും വീനസ് ബ്ലഡും കൂടെയുള്ള പ്രഷർ ഡിഫറൻസിലാണ് ഗ്രാജുവലി ഹ്യൂമൻ ഹാർട്ട് മാത്രമല്ല എല്ലാ ഹാർട്ടും ഈ പറയുന്ന ഒരു 180 ഡിഗ്രി ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കൺട്രോളിങ് സെന്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതൊക്കെ ഈ ഹാർട്ടിന്റെ കാര്യത്തിൽ മാറുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് കാര്യമായ ഓരോ വിഷയത്തിലേക്ക് പോവുകയാണ്. ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം, ക്യാൻസറിനേക്കാളും എന്ന് കൂടുതൽ പറയാം. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് പരത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്താണ് നെഞ്ചിന്റെ അകത്തുണ്ടാകുന്ന വേദന, അല്ലെ ഹാർട്ട് മസില്, അല്ലെ ഹാർട്ടിന്റെ എല്ലാ ഭാഗങ്ങളുമായിട്ട് വയ്ക്കുമ്പോൾ ഓരോ അവയവവും, അല്ലെ ഹാർട്ടിനെ തന്നെ ഒരു സിംഗിൾ ജെർമിനൽ ലെയറിൽ നിന്നുണ്ടായതല്ല. എൻഡോഡെൻ ഡിറൈവേറ്റീവ്സ് അല്ലെങ്കിൽ മീസോഡെൻ ഡിറൈവേറ്റീവ്സ് അല്ലെങ്കിൽ എക്ടോഡെൻ അങ്ങനെ പറയാനേ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അതെല്ലാം പഠിക്കും. 4 ജെർമിനൽ ലെയറിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ഹാർട്ടിന്റെ അകത്തുണ്ട്. ഇനി ഹാർട്ട് ഡിസീസസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ്, വേരിയിങ് ടൈപ്പുകളാണ്. വിവിധങ്ങളായിട്ടുള്ള അവയവങ്ങളുണ്ട്. ഹാർട്ടിന്റെ അകത്ത് തന്നെയുള്ള ഡിഫറെന്റ് ടിഷ്യൂസ്, അതിനെല്ലാം ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. രോഗങ്ങൾ എന്ന് പറയപ്പെടുന്നത് GHKയിൽ ഇതൊന്നും രോഗമല്ല, ഇതെല്ലാം ഒരു ബയോളജിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന അവസ്ഥകളാണ്. അതിനെയാണ് നമ്മൾ രോഗം എന്ന് പറഞ്ഞിട്ട് ആ സിംറ്റത്തെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അത് ശരിയല്ല എന്നാണ് GHK പറയുന്നത്. ഇപ്പോൾ ഹാർട്ട് ഡിസീസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയും ഒരു 99% മനുഷ്യരുടെയും മനസ്സിലുള്ള കൊളസ്ട്രോൾ കൂടിയാൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, അല്ലെങ്കിൽ ജനറ്റിക്കലി എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഹാർട്ട് ഡിസീസ് അല്ലെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള സീരിയസ് രോഗങ്ങൾ വരുന്നത്. പിന്നെ ഹാർട്ട് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതാണ്. എന്നെ ശ്രമിക്കുന്ന 95 പേരും വിചാരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് മീൻസ് ബ്ലോക്കേജ് ഓഫ് ദി ആർട്ടറീസ്.
എന്നിട്ട് എന്ത് സംഭവിക്കും? ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലാതെയാവും. അപ്പൊ എന്ത് സംഭവിക്കും? ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്. അപ്പൊ ഇതൊന്നും അല്ല എന്ന് പറയുന്ന ഒരു ശാസ്ത്രം, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും GSKയിലൂടെ ഹാർട്ട് ഡിസീസിനെ കുറിച്ച്. ഇതൊന്നും അല്ല ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് ഈസ് നോട്ട് അറ്റ് ഓൾ ഡ്യൂ ടു ദിസ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. നിങ്ങൾ വായിച്ച് വായിച്ച് പഠിക്കണം. കാരണം ഈ ഹാർട്ടിനെ കുറിച്ച് മാത്രം ഒരു ദിവസം ക്ലാസ് എടുത്താൽ തരത്തില്ല. അതെല്ലാമാണ് നമ്മൾ ഒരു മണിക്കൂറിലേക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമ്മൾ ബ്ലോക്കേജുമായിട്ട് ഹാർട്ട് അറ്റാക്കിന് യാതൊരു ബന്ധമില്ലെന്നാണ്. കൊളസ്ട്രോൾ കൂടി, അതുമായിട്ട് യാതൊരു ബന്ധവും. കൊളസ്ട്രോൾ എപ്പോഴാണ് ശരീരത്തിൽ കൂടുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കാം. സമയം കുറവാണ്, എന്നാലും നമുക്ക് അതുമായിട്ട് കൊളസ്ട്രോൾ കൂടിയതുകൊണ്ടാണ് പ്ലേക്ക് ഉണ്ടാകുന്നത്, പ്ലേക്കാണ് ബ്ലോക്കേജ് ഉണ്ടാകുന്നത്, ബ്ലോക്കേജ് ആണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഒന്നും അല്ല എന്ന് നമ്മൾ പഠിക്കും. പിന്നെ ജന്മന ഭൂരിപക്ഷം പേരുടെയും എന്റെ ഫാമിലിയിൽ അപ്പൻ, വല്യപ്പൻ ഒക്കെ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത്. സഡൻ ആയിട്ട് വരുന്ന ഡെത്ത് മിക്കവാറും കേസുകളിൽ ഈ ബോക്സിലാണ് ഇടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ഹാർട്ട് അറ്റാക്ക് ഒന്നും അല്ല. ഹാർട്ട് അറ്റാക്കിന് ടിപ്പിക്കൽ ആയിട്ടുള്ള കാരണമുണ്ട്. GSK വിശ്വാസികൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ മറ്റൊന്ന്, എവിടെ തിരിഞ്ഞു നോക്കിയാൽ ആൾക്കാരെല്ലാം പ്രഷറിനും ഷുഗറിനും ഇങ്ങനെ മരുന്ന് കഴിക്കണം. പ്രഷർ കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് വരാം, ഷുഗർ കൂടിയാൽ ഇതെല്ലാം ബ്ലോക്കേജ്. ഹാർട്ട് അറ്റാക്കിന്റെ പ്രധാനപ്പെട്ട കാരണം ഡയബറ്റീസ് ആണ്. ഇങ്ങനെ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷം? 10 വർഷം, 20 വർഷം, 30, 35 വർഷം, 40 വർഷമൊക്കെ പ്രഷറിന് മരുന്ന് കഴിക്കും. അയ്യോ, നിർത്തി കഴിയുമ്പോൾ എനിക്ക് എന്തോ ക്ഷീണം തോന്നി. തീർച്ചയാണ്, കള്ളു കുടിക്കുന്നവർക്ക് ഒരു ദിവസം കുടിച്ചില്ലെങ്കിലും ക്ഷീണം തോന്നും. അല്ലെ ഡ്രഗ് അഡിക്ഷനുകൾക്ക് അതേപോലെ ക്ഷീണം ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം ഞാനൊന്ന് നിർത്തി നോക്കി എന്റെ ഡോക്ടറെ. ഓ, ഫിറ്റ്നസ് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ സഡനായിട്ട് നിർത്താനല്ല പറയുന്നത്, അതിലേക്ക് പോകുന്നില്ല. ഒക്കെ വേറെ വേറെ വിഷയങ്ങളാണ്. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ, ലൈഫ് സ്റ്റൈലാണ് കാരണം. എക്സസൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫുഡ് ഇൻടേക്കിന്റെ ഡിഫറൻസ്, ഡയറ്റ് റെസ്ട്രിക്ഷൻസ്, ഇതൊന്നുമല്ല ഹാർട്ട് ഡിസീസസ് എന്ന് പറയുവാണ്. എന്തുകൊണ്ട്? ഹാർട്ട് ഡിസീസ് എന്ന് GSKയുടെ തത്വം അനുസരിച്ച് മാത്രമല്ല, അത് പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരി ഈ കഴിഞ്ഞ ദിവസം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എറണാകുളത്തുള്ള എല്ലാ ആശുപത്രിയിലും കയറി ഇറങ്ങി. അവസാനം എൻ്റെ അടുത്ത് വന്ന് കാര്യം മനസ്സിലാക്കിയപ്പോഴെന്താണ്, അതിന്റെ കോസ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറ്റും. എല്ലാം മനസ്സിലാണ്. മെന്റൽ അല്ലെങ്കിൽ സൈക്കിക് കോൺഫ്ലിക്ട്സ് ആണ് എല്ലാ രോഗങ്ങളുടെയും കാരണം, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിന്റെയും കാരണം. ഇപ്പൊ GSK എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് പറയുവാണ്, സിംറ്റംസ് ആർ ഓൾ മീനിങ് അഡാപ്റ്റേഷൻസ്. എല്ലാ സിംറ്റത്തിനും ഒരു ലക്ഷ്യമുണ്ട്. അത് ബയോളജിക്കൽ പർപ്പസ് ആണ്. അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ലക്ഷണം ഉണ്ടാകുന്നത്. അതെല്ലാം നമ്മൾ സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ എല്ലാ അവയവങ്ങളെ പോലെ തന്നെ, അല്ലെ എല്ലാ ടിഷ്യൂവിനെ പോലെ തന്നെ, കാർഡിയാക് മസിൽ അല്ലെങ്കിൽ കാർഡിയാക് വാൽവ്സ്, കാർഡിയാക് പെരികാർഡിയം, എൻഡോകാർഡിയം, എല്ലാം ഈ 5 ബയോളജിക്കൽ ലോസിന്റെ, ഇതാണ് ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ. ഇത് ബയോളജിക്കൽ ലോസ് ആണ്. അത്രമാത്രം കറക്റ്റ് ആയിട്ടുള്ള സത്യമായിട്ടുള്ള ലോ എന്ന് പറഞ്ഞാൽ ഇത് ആപ്ലിക്കബിൾ ടു ഈച്ച് ആൻഡ് എവറി കേസ്. അല്ലാതെ കുറച്ച് പോസിബിലിറ്റി അല്ലെങ്കിൽ കുറച്ച് ഇത്ര സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോൾ ഇത്ര ഹാർട്ട് അറ്റാക്ക് വന്നവരിൽ 95% അല്ല 95 പേർക്ക്, 1000 പേരെ എടുത്തപ്പോൾ 95 പേര് ഹൈപ്പർ ടെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഈസ് എ കോസ്. അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറയുന്നവരിൽ 1000 പേരെ പരിശോധിച്ചപ്പോൾ അതിൽ 113 പേര് സ്മോക്കേഴ്സ് ആയിരുന്നു. സോ സ്മോക്കിംഗ് ക്യാൻ ബി എ കോസ്. ഇതൊന്നുമല്ല, ഇതുപോലെ ഒന്നുമല്ല GSK പറയുന്നത്. വളരെ കൃത്യമായിട്ട് എംബ്രിയോളജിക്കൽ നോളജ് വെച്ച്, എവല്യൂഷണറി നോളജ് വെച്ച് ആണ് GSK വളരെ വിശദമായിട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രായോഗികത്തിൽ അല്ലെ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അനുഭവത്തിലൂടെ സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം മാത്രമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബയോളജിക്കൽ ലോസ് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ സിങ്ക്രോണിസിറ്റി ഈ കാര്യത്തിൽ മൈൻഡ്, ബ്രെയിൻ, ബോഡി ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം. എങ്ങനെയാണ് 5 ബയോളജിക്കൽ ലോസ് അപ്ലൈ ചെയ്യുന്നത്? ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ, അതായത് എല്ലാ രോഗാവസ്ഥകളും, നമ്മൾ രോഗാവസ്ഥകൾ എന്ന് പറയാറില്ല എങ്കിലും ഓരോരോ പെരികാർഡൈറ്റിസ്, എൻഡോകാർഡൈറ്റിസ്, അല്ലെ വാൽവുലാർ പ്രോബ്ലംസ്, വാൽവുലാർ ഡീജനറേഷൻ, സ്റ്റെനോസിസ്, അല്ലെങ്കിൽ റീഗർഗിറ്റേഷൻ, മർമർ, ഇങ്ങനെ അനേക കാര്യങ്ങൾ എല്ലാത്തിലും എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള 5 ബയോളജിക്കൽ ലോസ് ആപ്ലിക്കബിൾ ആണ്. അത് ഏതെങ്കിലുമൊക്കെ ഈ 5 ബയോളജിക്കൽ ലോസിന്റെ ആപ്ലിക്കേഷനിൽ ഈ പറയുന്ന ഹോൾ പ്രോസസ്, എന്താ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്, കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ്, എപ്പിക് ക്രൈസിസ് അല്ലെങ്കിൽ ഹീലിംഗ് ക്രൈസിസ്, ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ ഹാർട്ട് എന്ന് പറയുന്ന ഈ പറയുന്ന അവയവത്തിൽ ഉണ്ടാകുന്ന സിംറ്റംസിനെ നമ്മൾ പഠിക്കേണ്ടതായിട്ട്.
അപ്പൊ DHS മസ്റ്റ് ആണ്. DHS ഇല്ലാതെ ഒരു ഒരു രോഗവും വരത്തില്ല. അതുപോലെ ഹാർട്ട് ഡിസീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം ഈ ലോ, ബയോളജിക്കൽ ലോ അപ്ലിക്കബിൾ ആണെന്ന് അറിയാമല്ലോ. അലോപ്പതിയിൽ അല്ലെങ്കിൽ കൺവെൻഷണൽ മെഡിസിൻ അങ്ങനെ ചിന്തയില്ല. ഇറ്റ്സ് എ റാൻഡം കേസ്. ചുമ്മാ കൊളസ്ട്രോളും കൂടി, എടാ കൊളസ്ട്രോൾ നിങ്ങൾ റെഡ് മീറ്റ് കഴിച്ചിട്ടാണ്, എടാ റെഡ് മീറ്റ് കഴിക്കുന്ന എല്ലാവർക്കും ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു ചോദ്യവും അവിടെ ഇല്ല. റെഡ് മീറ്റ് കഴിക്കുന്നതും കൊളസ്ട്രോൾ കൂടുന്നതും 80% കൊളസ്ട്രോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ബോഡി. ലിവറിൽ മെയിൻ ബോഡിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതെങ്ങനെ ഹാംഫുൾ ആകുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ചോദിച്ചിരുന്നില്ല. നമ്മളെന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിന് ഉൾപ്പെടെയാണ് പറയുന്നത്. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അതാണ് DHS. പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടായി, അത് സൈക്കിയിലാണ്. ആ പ്രശ്നമാണ് എല്ലാ തുടർന്നുള്ള പ്രോഗ്രാം, ഹോൾ പ്രോഗ്രാമിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു DHS ഉണ്ടായിരിക്കണം. ആ DHS ഒരു ആക്ടിവിറ്റി, ഒരു പ്രോഗ്രാം കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ തുടങ്ങി വെക്കുകയാണ്. അതേ തുടർന്നിട്ടാണ് ഈ പറയുന്ന കംപ്ലീറ്റ് പ്രോഗ്രാംസും വരുന്നത്. അപ്പോ ഏത് ഹാർട്ടിന്റെ ഏത് ടിഷ്യൂവിന് നമ്മൾ കാണാൻ പോവുകയാണ്, ഏതെല്ലാമാണ് ടിഷ്യൂകൾ, ഇതിനെ പ്രത്യേകം അല്ലെ വ്യത്യസ്തമായ സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു പ്രത്യേക അവയവത്തെ ബാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയം നിങ്ങൾ എപ്പോൾ പരിഹരിക്കുന്നോ, ലൈഫിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് എല്ലാം കോൺഫ്ലിക്റ്റ് കൊണ്ട് അങ്ങനെ പോകുമല്ല, ഇത് നമ്മൾ പരിഹരിക്കും. കാരണം അങ്ങനെയാണ് നമ്മുടെ വയറിങ് ദി മൈൻഡ് ആൻഡ് ബ്രെയിൻ നടക്കുന്നത്. അപ്പം പരിഹരിക്കുമ്പോഴാണ് നമുക്ക് സിംറ്റം ഉണ്ടാകുന്നത്. സിംറ്റം കൊണ്ട് വീണ്ടും DHS വരാം. കാരണം അതിനെയാണ് നമ്മൾ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഒരിക്കൽ നെഞ്ചിന്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വേദന വന്നു, അത് ഈ കയ്യിലേക്ക് എങ്ങാണ്ട് വന്നു, പിന്നെ അയാളുടെ വിശ്വാസം ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് തന്നെയാണ്. പിന്നെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇത് തന്നെ വായനയും ഇത് തന്നെ പഠിക്കലും, ഞാൻ ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള വിശ്വാസത്തിലാണ് അയാളുടെ ജീവിതത്തിന്റെ ബാക്കി മുഴുവനും ജീവിക്കുന്നത്. അപ്പൊ എപ്പോഴാണോ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നത്, ആ സമയത്ത് തന്നെയാണ് ഭൂരിപക്ഷം കേസുകളിലും സിംറ്റംസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ 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 ആശ്വാസത്തിനുണ്ട്. അല്ലാതെ ഹാർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സെവിടെയാന്ന് ഒരാളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം പെണ്ണുങ്ങളും പറയും, സ്ത്രീകൾ പ്രത്യേകിച്ചും പറയും, അതിവിടെ ഡോക്ടറെ. അവരിങ്ങനെ കൈ അറിയാതെ 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 മനസ്സെന്ന് പറഞ്ഞാൽ അത് ഇവിടത്തേക്ക് പോകും. അവിടെ ആണുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇവിടെയാണെന്ന് പറയും മനസ്സ്. തലച്ചോറിലുമല്ല ഹൃദയത്തിലുമല്ല മനസ്സിരിക്കുന്നത്. മനസ്സ് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും പറയാം, വളരെ കുറച്ച് പേരെ പറയാവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയും എനിക്കും അറിയത്തില്ല, പക്ഷെ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അങ്ങനെ പോകുന്നു എൻ്റെ കേസ് ടേക്കിംഗ് ഒക്കെ. അപ്പോ എപ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നത്, ആ സമയത്താണ് ഹീലിംഗ് നടക്കുന്നത്. ഈ ഹീലിംഗിന്റെ സമയത്ത് തന്നെയാണ് ഹീലിംഗ് ക്രൈസിസ് അല്ലെ എപ്പിലൈപ്റ്റോഡ് ക്രൈസിസ്, എപ്പി ക്രൈസിസ് എന്ന് പറയുന്നത് മിക്കവാറും സിംറ്റംസ് ഈ എപ്പി ക്രൈസിസിലാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന മരണങ്ങളും നടക്കുന്നത് ഈ എപ്പി ക്രൈസിസിൽ തന്നെയാണ്. മരണങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലെന്നേ പറയുന്നില്ല, അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഹീലിംഗ് ക്രൈസിസ് അല്ലെങ്കിൽ എപ്പിലെപ്റ്റോഡ് ക്രൈസിസിലാണ് മിക്കവാറും സീരിയസ് ആണ് കോൺഫ്ലിക്റ്റ് എങ്കിൽ മരണങ്ങൾ പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. ഇനി നമ്മൾ ഹാർട്ടിന്റെ ഓരോ അവയവത്തെക്കുറിച്ചും ഓരോ ഭാഗത്തെക്കുറിച്ച്, അവയവമല്ല, ഹാർട്ട് ഒരു അവയവമായിട്ട് കാണാം. നിങ്ങൾക്ക് അവിടെ തന്നെ കാണാം, ചുമപ്പുണ്ട്, നീലയുണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ വിവിധ കളറുണ്ട്. ഇപ്പൊ കാർഡിയാക് മസിൽ സ്ട്രേറ്റഡ് മസിലാണ്, അതുകൊണ്ടാണ് ആ വരയിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ മസിൽ എല്ലാ ഭാഗത്തുള്ള മസിൽ വരെ, കാരണം കൺട്രാക്ടൈൽ മോട്ടിലിറ്റി ഉണ്ട്, അതിന് മോട്ടോർ കോൺഫ്ലിക്റ്റ് അല്ലെ മോട്ടോർ കൺട്രോൾ ഉണ്ട്. പിന്നെ അതിന് മസിൽ ആയതുകൊണ്ട് അതിന് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് പോലുള്ള. അപ്പോൾ ഒരു സ്ട്രേറ്റഡ് മസിലാണ് കാർഡിയാക് മസിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ പടം നിങ്ങൾ മറക്കരുത്. ഇത് 1 ഔട്ട് ഓഫ് 20-30 പിക്ചേഴ്സ് ആണ്. ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഡോക്ടേഴ്സ് ആയവർക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടേഴ്സ് അല്ലാത്തവരും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയം ഉണ്ട്. ഏട്രിയത്തിന്റെ ലൈനിങ് ആയിട്ട് ഒരു ഏട്രിയൽ ഹാർട്ട് മസിൽ ഉണ്ട്. താഴത്തേക്ക് വരുമ്പോഴത്തേക്കുള്ള മസിലിന് ഓറഞ്ച് കളർ മാത്രമാണുള്ളത്. ഈ സ്ട്രേറ്റഡ് മസിൽസിന് ഫൈബേഴ്സ് ഒക്കെ അതിൻ്റെ അത് കാണാം. റൈറ്റ് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയത്തിന്റെ ഔട്ടറിലൂടെ ഒരു മഞ്ഞ നിറത്തിലുള്ള ലൈൻ പോകുന്നുണ്ട്. അത് സ്മൂത്ത് മസിലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിന് ഈ പറയുന്ന മസ്കുലേച്ചർ അല്ല. അപ്പം ഏട്രിയവും വെൻട്രിക്കിളും ഡിഫറെന്റ് സ്ട്രക്ചറാണ്, എല്ലാം എംബ്രിയോളജിക്കലി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മയോകാർഡിയം എന്ന് പറയുന്നതാണ്. മയോകാർഡിയം എന്ന് പറയുന്നതിന് രണ്ട് ഭാഗമുണ്ട്. ഏട്രിയൽ ഏട്രിയൽ മസിലും വെൻട്രിക്കുലർ മസിൽ. വെൻട്രിക്കുലർ താഴെ രണ്ടെണ്ണം ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ്, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മയോകാർഡിയം ആണ്, അല്ലെങ്കിൽ ഹാർട്ട് മസിലാണ്.
മറ്റ് ഭാഗങ്ങളെ കുറിച്ചും കൂടെ നമ്മളൊന്ന് കണ്ടിട്ട് മുമ്പോട്ട് പോകാം. ഒന്ന് ഏട്രിയൽ മയോകാർഡിയം ഞാൻ പറഞ്ഞു. പിന്നെയുള്ളത് എൻഡോകാർഡിയമാണ്. ഇതിന്റെ ഇന്നറായിട്ട് ഹാർട്ടിന്റെ ഉള്ളിലൂടെ മുഴുവനും ഏട്രിയത്തിനും വെൻട്രിക്കിൾസിലും ഉള്ള ഇന്നർ ലൈനിങ് ആണ്. അത് പിന്നെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ കണക്റ്റീവ് ടിഷ്യൂ ഞാൻ ക്ലാസ് എടുത്താണ് ഒരു ദിവസം മുഴുവനും. അപ്പൊ അതുകൊണ്ട് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമുക്കറിയാം. അതെല്ലാം നമ്മൾ പറഞ്ഞു പോകും. എൻഡോകാർഡിയം എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ ഈ എൻഡോകാർഡിയം തന്നെയാണ് ഹാർട്ട് വാൽവ്സ് ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും, ആ കളർ അത് തന്നെയാണ് അവിടെ തിന്നായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അത് കണ്ടിന്യൂവേഷൻ ആണ് എൻഡോകാർഡിയവും ഹാർട്ട് വാൽവ്സും. ഇനി പെരിക്കാർഡിയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഹാർട്ട് ഒരു ഫ്ലൂയിഡ്, ഒരു തിൻ ഫിലമെന്റ് ഓഫ് ഫ്ലൂയിഡിന്റെ ഒരു പെട്ടിയിലാണ് ഇത് കവർ ചെയ്യുക. അതിനാണ് പെരിക്കാർഡിയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ 2 ലെയർ ഉണ്ട്. വളരെ തിന്നായിട്ടുള്ള ഫ്ലൂയിഡ് ആണ്, നോർമലി നാച്ചുറലി ഉള്ളത്. കാരണം അത് കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു പെരിക്കാർഡിയത്തിന് 2 ലൈനിങ്ങും അതിന്റെ ഇടയ്ക്ക് തിൻ ഫിലിം ഓഫ് ഫ്ലൂയിഡും വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഹീറോ വരുവാണ്, അതായത് കൊറോണറി ആർട്ടറീസ് എന്ന് പറയും. ഞാൻ പറഞ്ഞു പോവാണ്, പിന്നെ നമ്മൾ അത് വിശദമായിട്ട് പഠിക്കും. കൊറോണറി ആർട്ടറീസ് ആണ് എല്ലാ ഹാർട്ട് അറ്റാക്കിന്റെ കാരണം എന്നാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധമില്ല, അതിന്റെ ബ്ലോക്കേജുമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്ന വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു അറിവാണ് GNM അല്ലെങ്കിൽ GHK നമുക്ക് തരുന്നത്. നിങ്ങൾ ആ ചുമന്ന് കാണുന്നത് അത് ചുമപ്പാണ്, വലിയ ഇതാണ്, അത് അയോർട്ടയാണ്. അതായത് ഹാർട്ടിലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ബ്ലഡ് മുഴുവനും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഈ അയോർട്ടയിലൂടെയാണ്, എക്സെപ്റ്റ് ഹാർട്ടിന്റെ മസിലിലേക്ക്, ഓർക്കാം. ഇനി കരോട്ടിഡ് ആർട്ടറീസ്, അത് നമ്മൾ അടുത്ത പടത്തിൽ പഠിക്കും. നിങ്ങൾ മുകളിലേക്ക് 2, 3 എണ്ണം കാണുന്നുണ്ട്. അത് മുകളിലേക്ക് പോകുന്നതാണ് കരോട്ടിഡ് ആർട്ടറീസിലേക്ക് പോകും. അതിന്റെ പടങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെ കരോട്ടിഡ് സൈനസ് ഒരു ഇമ്പോർട്ടന്റ് അവയവമാണ്. അതാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സൈനസ് നോഡ് കാണും, അത് ഏട്രിയത്തിലാണുള്ളത്. അപ്പോൾ അതും ഇമ്പോർട്ടന്റ് ആണ്. അതാണ് AV നോഡിലേക്ക് വരുന്നത്, സൈനസ് നോഡ്, AV നോഡ്, പിന്നെ പർക്കിൻസൺസ് ഫൈബേഴ്സ്, ബണ്ടിൽ ഓഫ് ഹീസ്, ഇങ്ങനെയൊക്കെയുള്ളതിലേക്ക് നമ്മുടെ ഹാർട്ട് എപ്പോഴും ഈ പറയുന്ന കൺട്രാക്ഷൻസ് എല്ലാം നടക്കുന്നു. ഈ ഓരോ ടിഷ്യൂവിനും, ഹാർട്ട് എന്ന് പറയുന്ന ഓർഗൻ, അതിന്റെ ഓരോ ടിഷ്യൂവിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ബ്രെയിൻ സെന്റേഴ്സ് ആണ് ഒന്ന് പഠിച്ചേ മതിയാവും. അപ്പൊ അത് മുമ്പോട്ട് പോവുക. അപ്പൊ ഹാർട്ട് മസിൽ എന്ന് പറയുന്ന മയോകാർഡിയമാണ് ആദ്യം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ്. വെൻട്രിക്കുലാർ മസിൽ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ ഹാർട്ട് മസിലിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ സംസാരിക്കുന്നത്. അത് ഡിഫറെന്റ് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടിഷ്യൂ ആണ്. ഏട്രിയത്തിന്റെ മസ്കുലേച്ചർ, അതവിടെ ഈ പറയുന്ന സ്ട്രയേറ്റഡ് മസിൽസ് അല്ല ഉള്ളത്. അവിടെ ഏട്രിയൽ ഹാർട്ട് മസിൽസ് എന്ന് വിളിക്കുന്നത് സ്മൂത്ത് മസിൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ മഞ്ഞ നിറം എന്ന് ഞാൻ പറഞ്ഞു. അത് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെം അല്ല, അത് ഞാൻ പറയാതെ അതിനെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ കുറച്ച് അടുത്താണ് അതിന്റെ കൺട്രോളിംഗ് സെന്റർ, സ്മൂത്ത് മസിൽസ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, പ്രൊഡ്യൂസേഴ്സ് റിതമിക് കണ്ടക്ഷൻ. അപ്പൊ ഈ SI നോഡാണ് ഈ പറയുന്ന റിതമിക് ആയിട്ടുള്ള ബീറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഹാർട്ട് എന്തുകൊണ്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് റിതമിക് ആയിട്ട് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന മൂവ് ചെയ്യുന്നു എന്നുള്ളത് കൺവെൻഷണൽ മെഡിസിൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ കണ്ടക്ഷൻ എന്തുകൊണ്ടല്ല മൂവ് ചെയ്യുന്നത് എന്നും നമ്മൾ പഠിക്കണം. അപ്പൊ അതിന്റെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമുക്ക് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ കൺവെൻഷണൽ മെഡിസിൻ എപ്പോഴും പറയുന്നത് ഒരു പമ്പ്, അതായത് ഒരു ഫിസിക്കൽ പമ്പ്. അപ്പൊ ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ 95,000 കിലോമീറ്റേഴ്സോ മറ്റോ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് വെസൽസിന് ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. 95,000 ആണോ 100 ആണോ എന്ന് എനിക്ക് ഒന്നുകൂടെ ഓർമ്മ മറന്നുപോയി. 95,000 ആണെന്ന് പറഞ്ഞാൽ അത്രയും കിലോമീറ്റേഴ്സ് ലോങ് ആണ് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പം ഡൽഹി വരെ പോകാൻ 3,000 4,000 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ വേൾഡിനെ അല്ലെങ്കിൽ ഗ്ലോബിനെ മുഴുവൻ ചുറ്റാൻ പറ്റുന്ന നീളത്തിലുള്ള ബ്ലഡ് വെസൽസ് നമ്മുടെ ഒരാളുടെ ശരീരത്തിലുണ്ടെന്നാണ്. അപ്പൊ ഇത്രയും ലോങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡിനെ പമ്പ് ചെയ്യാൻ മാത്രം മെക്കാനിക്കൽ പവർ ഒന്നും ഹാർട്ടിന്റെ അകത്തില്ല. അത് ഇലക്ട്രിസിറ്റി ഉണ്ട്, പവർ ഉണ്ട്, ബീറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ശരി തന്നെ. പക്ഷെ ഇങ്ങനെ ഒരു സർക്കുലേഷൻ പ്രോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ഇല്ലെന്ന് അങ്ങനെ അനേക തിയറീസ് ഉണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ സമയം ഒത്തിരി പോകും. അപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാനായിട്ട്. ഇനി നമ്മൾ മയോകാർഡിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ വെൻട്രിക്കുലാർ ഹാർട്ട് മസിൽ എന്ന് പറയുന്ന ആ അവയവമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിന്റെ പ്രശ്നം ഭൂരിപക്ഷം പേരും, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സഹോദരി ഉൾപ്പെടെയുള്ള
ഭൂരിപക്ഷം പേരും വിചാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നേരെ പോയി നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് പോകാൻ ആരും ചെക്ക് ചെയ്തില്ലെങ്കിൽ ഉടനെ പ്ലാസ്റ്റിയിലേക്ക് പോകുന്നു, പിന്നെ സ്റ്റെന്റ് ഇടുന്നു. ഞാൻ ബാക്കി പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെ ഒരു വേദന ഉണ്ടായെന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് പലരും പറയും നിങ്ങൾ ഗ്യാസിന്റെ മരുന്ന് കഴിച്ചു. കാരണം എന്താണ്, ഡയഫ്രം ഇരിക്കുന്നത് ഡയഫ്രത്തിന്റെ തൊട്ട് താഴെയാണ് സ്റ്റൊമക്കിന്റെ അപ്പർ ഭാഗം ഇരിക്കുന്നത്. അപ്പൊ ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ഗ്യാസ് തള്ളും, അപ്പം ഡയഫ്രത്തിൽ തള്ളും. ഡയഫ്രത്തിന്റെ കോൺഫ്ലിക്റ്റ് ആണ് ഫിസിക്കൽ ഓവർവെൽമിങ് കോൺഫ്ലിക്റ്റ് ആണ്. ഞാൻ മടുത്തു എന്ന് ശരീരത്തിന്റെ ഉള്ള അവസ്ഥ, അതേ അവസ്ഥയാണ് നമ്മളിവിടെ ഉള്ള കോൺഫ്ലിക്റ്റ്. അതായത് ഓവർവെൽമിങ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓർക്കുക. വയ്യ, സഹിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ആയി എന്നാണ് അർത്ഥം. അപ്പൊ അതിനെ വേറെ രീതി പറഞ്ഞാൽ നെഗറ്റീവ് സ്ട്രെസ് ഓവർലോഡ്. ഇത് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ പേരും കാണാതെ പഠിക്കണം. ഹാർട്ട് മസിലിനുണ്ടാകുന്ന വേദന കൊണ്ടും പിന്നെ സിംറ്റംസ് വരും. ഞാൻ അതിന്റെ ഹീലിംഗ് സിംറ്റത്തിലുണ്ടാകുന്ന എറിത്മിയ അല്ലെങ്കിൽ റിതമിക് ആയിട്ടുള്ള മൂവ്മെന്റ് എല്ലാം ഡിസ്റ്റർബ്ഡ് ആകുന്നു, ഇറഗുലർ ബീറ്റിംഗ് വരുന്നു, പാൽപിറ്റേഷൻ വരുന്നു, ടാക്കിക്കാർഡിയ വരുന്നു. ഇങ്ങനെ അനേക രീതിയിലുള്ള സിംറ്റംസ് വരുമ്പോഴത്തേക്ക് നാച്ചുറലി ഈ പറയുന്ന ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പേടിപ്പിക്കൽ ഏത് ഹാർട്ട് സിംറ്റവും ഹാർട്ട് അറ്റാക്ക് ആയേക്കാം എന്ന് പറയുന്ന കൊളസ്ട്രോളും എക്സസൈസും സ്മോക്കിങ്ങും ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഒക്കെ ആകുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നെഞ്ചിന്റെ അകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒട്ടനെ തന്നെ നമ്മൾ പോവുകയാണ് കാത്ത് ലാബിലേക്കും. പിന്നെ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ഒന്നും ഞാൻ പറയുന്നില്ല, വളരെ വളരെ അധികം സമയമെടുക്കുന്ന കാര്യമാണ്, അതിന്റെ ആവശ്യമില്ല. അപ്പോ എന്താണ് നെഗറ്റീവ് സ്ട്രെസ് ഓവർലോഡ്? അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നരേന്ദ്രമോദി അല്ലല്ലോ, അറ്റ്ലീസ്റ്റ് പിണറായി വിജയൻ പോലും അല്ലല്ലോ നിങ്ങൾ, പിന്നെ എന്തിനു മാത്രം കിടന്ന്. പക്ഷെ ഓരോ വ്യക്തിയുടെ ലോഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. എനിക്ക് ഇത്രേ താങ്ങാൻ പറ്റത്തുള്ളൂ എന്നൊരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ആ സമയത്തുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനാണ് പറയുന്നത് നെഗറ്റീവ് സ്ട്രെസ് ഓവർലോഡ്. ഹാപ്പി ആയിട്ടുള്ളതുകൊണ്ട് വളരെ അങ്ങനെ സംഭവിക്കാറില്ല. അങ്ങനെ ലോട്ടറി അടിച്ചു മരിച്ചു വീണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും സാധാരണ തരുന്ന ഈ നെഗറ്റീവ് സ്ട്രെസ് ഓവർലോഡാണ് ഏറ്റവും കൂടുതൽ താങ്ങാൻ പറ്റുക. അപ്പൊ ലോഡ് ആകുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് താങ്ങാൻ വയ്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് അതുള്ളത്. സോ ഇന്റൻസ് ലൈഫ് പ്രഷറാണ്, അൺഎബിൾ ടു കോപ്പ് വിത്ത്. എനിക്കത് താങ്ങാൻ പറ്റുന്നത്, എൻഡ്യൂർ ചെയ്യാനായിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് പ്രശ്നങ്ങൾ. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പ്രശ്നം എന്തൊരു ഗുരുതരമാണെന്നറിയാമോ? ആ സമയത്തേക്ക് അതിൻ്റെ അകത്ത് കോൺസ്റ്റലേഷൻ എല്ലാം വരും. അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. സ്കിസോഫ്രെനിക് കോൺസ്റ്റലേഷൻ വരെ എല്ലാം വരും. നോർമൽ ആയിട്ടുള്ള തിങ്കിങ് അല്ല, എല്ലാം തീർന്നു, എന്റെ ജീവിതം തീർന്നു എന്നൊക്കെയുള്ള തോന്നലുകളെല്ലാം ആ സമയത്തേക്ക് വരും. ഭയങ്കര അഗ്രസീവ് ആവും, ഭയങ്കര പല. അപ്പൊ എന്താണ് നെഗറ്റീവ് സ്ട്രെസ് ഓവർലോഡ്? അപ്പൊ ഇമോഷണലി നമ്മൾ എന്നെ അരച്ചിരിക്കുന്നു, ഈ ജീവിത സാഹചര്യം എന്നെ ക്രഷ് ചെയ്യുന്നു, എനിക്കത് ബെയർ ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ബേർഡൻ ഓഫ് ലൈഫ്, ഇത് മോർ ദാൻ എന്റെ കപ്പാസിറ്റി കൂടുതലാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ പറയുന്ന നെഞ്ചിന്റെ വേദന ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതിന്റെ കാരണം ഹാർട്ട് മസിൽ മാത്രമാണ്, അതിൻ്റെ അകത്ത് കൊറോണറി ആർട്ടറി ആയിട്ടൊന്നും ബന്ധമില്ല. അപ്പം ഓവർവെൽംഡ് എന്ന് പറയുന്ന ആ വാക്ക് ഓർക്കുക. ഐ എം ഫീലിംഗ് ഓവർവെൽംഡ് ബിയോണ്ട് മൈ എൻഡ്യൂറൻസ്. ഓരോരുത്തർക്കും ഓരോ എൻഡ്യൂറൻസ് കപ്പാസിറ്റി ഉണ്ട്, വേറെ ചെയ്യാൻ പറ്റുന്നതിന്റെ കപ്പാസിറ്റി അതൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പൊ എപ്പോഴാണ് വരുന്നത്? പലപ്പോഴും ജീവിതത്തിലെ സംഘർഷങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുന്നു, പെട്ടെന്ന് വരുന്നു, എല്ലാം കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ട്, അല്ല എൻ്റെ മേലെയുള്ള ഉത്തരവാദിത്തങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നു. ഇതാണ് ആ ഒരു വ്യക്തിയുടെ ഇത്. ചിലപ്പോൾ ഫൈനാൻഷ്യൽ കൊളാപ്സ് ആയിരിക്കും. വലിയ രീതിയിൽ ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ടുപോകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കൊളാപ്സ് ആകും. ഫൈനാൻസ് നമുക്ക് സപ്പോർട്ടീവായിട്ടും എപ്പോഴും ഉണ്ടാകണം. അപ്പൊ ഫൈനാൻഷ്യൽ കൊളാപ്സ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നെഞ്ചിന്റെ വേദനകളൊക്കെ ഉണ്ടാവും. അത് ഇമോഷണൽ ക്രൈസിസും എല്ലാം ഇതുപോലെ തന്നെയാണ്. ഫാമിലി എമർജൻസി, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുവാണ്. നിങ്ങൾ പലപ്പോഴും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു മോളേ ഉള്ളൂ, അവൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ, ജീവിതത്തിലെ സമ്പാദ്യം, ബിസിനസ്സും കാശും എല്ലാം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇവളുടെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു കല്യാണമൊക്കെ നടത്തി ജനങ്ങളെ
ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും പദ്ധതിയായിട്ടൊക്കെ പോവുകയാണ്. അന്നേരം ആണ് പെണ്ണ് ഒരു ഒന്നിനും കൊള്ളത്തില്ലാത്ത ഒരുത്തിനെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, അച്ഛാ എനിക്ക് ഇവന്റെ കൂടെ അല്ലാതെ ഒരു ജീവിതമില്ല, വേറൊരു കാസ്റ്റ് ആയിരിക്കും, വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, വേറൊരു കൾച്ചർ ആയിരിക്കും, വേറൊരു ഷീ ലൈക്ഡ് ഹർ, ഷീ ലവ്, ഒരു രക്ഷയില്ല, അച്ഛൻ ഇവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ പോകും. അപ്പൊ അച്ഛൻ ധൈര്യത്തിൽ അന്നേരമൊക്കെ ധൈര്യം പിടിച്ച് പറയും, നീ പോയാൽ ഇങ്ങനെ ഒരു മോൾ എനിക്കില്ലെന്നൊക്കെ ഞാൻ അങ്ങ് കരുതും എന്നൊക്കെ പറഞ്ഞ് വെക്കും. പക്ഷെ ആ ആളങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് നെഞ്ചു വേദന, അല്ലെങ്കിൽ ചിലപ്പോൾ കൊളാപ്സ് ചെയ്ത് വീഴുകയൊക്കെ ചെയ്ത്, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പോയതാണ്. ഇങ്ങനെയുള്ള ലൈഫിലെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത, താങ്ങാൻ പറ്റത്തില്ലാത്ത, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ഓവർ വെമ്മിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഓവർ വെമ്മിങ്. അപ്പോൾ ഓവർ വെമ്മിങ്, ഓവർലോഡ് ലൈഫ് സിറ്റുവേഷനിൽ വരുന്ന പെയിൻഫുൾ ആയിട്ടുള്ള എൻഡ്യൂർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അപ്പൊ എന്താണ്, സിവിയർ ആയിട്ടുള്ള ഇമോഷണൽ പ്രഷറാണ് അതിന്റെ അപ്പൊ നമ്മൾ ഇതിന് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ എന്ത് സംഭവിക്കും, ഇതാണ് പ്രധാനപ്പെട്ട മയോകാർഡിയത്തിൽ. കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഘർഷ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫങ്ഷണൽ അല്ലെ ഫങ്ഷണൽ ഡെഫിഷ്യൻസീസ് എല്ലാം വന്നേക്കാം, ഫങ്ഷണൽ ചേഞ്ചസ് എല്ലാം വന്നേക്കാം. സ്ട്രെസ് അത്രമാത്രം കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന വേദനകൾ ഉണ്ടാകാം. സിമ്പത്തറ്റിക് ഓവർ ഡ്രൈവ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം ടെൻഷനിൽ, അങ്ങനെ സ്ലീപ്ലെസ്നെസ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ലോസ് ഓഫ് കോൺസെൻട്രേഷൻ, എല്ലാം തകർന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥകളെല്ലാം ഉണ്ടാകും. പിന്നെ ജീവിതമേ തീർന്നു, ഞാൻ മരിക്കാൻ പോവാണ്, അങ്ങനെ ഫിയർ ഓഫ് ഡെത്ത് വരാം, ഡെസ്പെയർ വരാം, ഡിപ്രഷൻ വരാം, എല്ലാ സിംറ്റംസും അതിന്റെ കൂടെ തന്നെ വരാം. അപ്പോൾ ഡിസ്റ്റർബ്ഡ് റിതവും ആ കൂടെ തന്നെ ഉണ്ടാവും. ഹാർട്ടിൻ്റെതായിട്ടുള്ള നോർമൽ റിതം എല്ലാം അവിടെ നശിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഭയങ്കരമായ ജീവിത പ്രഷറിലാണ് ആ വ്യക്തിയുള്ളത്. ഇനി ഇത് ഹീല് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. ഹീല് ചെയ്യുമ്പോൾ എല്ലാം പഴയ രീതിയിലാകും, വേറെ ഒന്നുമില്ല. അല്ലാതെ അവിടെ ഹാർട്ട് അറ്റാക്ക് ഇല്ല, മരണമില്ല, ഒന്നുമില്ല. പക്ഷെ ഹീ ഷുഡ് ലേൺ ഹൗ ടു മാനേജ് ദാറ്റ് സിറ്റുവേഷൻ. മോള് പോയി, മോളെ എനിക്ക് കിട്ടിയതാണ്, മോളെ പോയി, അങ്ങനെ അതിന്റെ തെറാപ്പിയിലേക്കൊന്നും പോകുന്നില്ല, ഒത്തിരി സമയമെടുക്കും. അങ്ങനെ അയാൾ റിപ്പയർ ചെയ്യുവാണെങ്കിൽ എല്ലാം ഓക്കെ ആകും. അതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ റെസൊല്യൂഷൻ ശേഷവും കുറെ സിംറ്റംസ് ഉണ്ടാവും. ആള് ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് മസിലിന് അങ്ങനെയാണ് ഹൈപ്പർട്രോഫി വരുന്നത്. നമുക്ക് മയോപ്പതി എന്നൊക്കെ പറയുന്ന, മയോകാർഡിയൽ ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇങ്ങനെയാണ്. പല 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 പ്രശ്നങ്ങൾ കൊണ്ടും ഈ പറയുന്ന ഹാർട്ട് മസിൽസ് എൻലാർജ്ഡ് ആയിട്ട് കാർഡിയാക് മയോപ്പതി എന്നൊക്കെ പറയുന്ന സംഗതികൾ അങ്ങനെയാണ് വരുന്നത്. കാരണം ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ഇൻസ്റ്റൻസ്. പല പല പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഈ മസിൽസ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആയിട്ട് വരും, ഹാർഡർ ആൻഡ് ഹാർഡർ ആയിട്ട് വരും. ഓരോ പ്രാവശ്യവും കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് വരുമ്പോഴത്തേക്കും അത് ഡൈലൂട്ട് ആവും, അപ്പോഴത്തേക്കും അതിന്റെ എൻലാർജ്മെന്റ് നടക്കും, പക്ഷെ അതിന് ഹാർഡ്നെസ് കൂടുതലുണ്ടാവും. അങ്ങനെ ഒരു ഇത് വരും. എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് അല്ലെങ്കിൽ ഹീലിംഗ് ക്രൈസിസിലാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതികളെല്ലാം വരുന്നത്. അവിടെ മയോകാർഡിയൽ ഇൻഫാർഷനും വരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് മസിൽസിന്റെ ഒരു കുറച്ച് ഭാഗമൊക്കെ ഡാമേജ് ആവാം. പക്ഷെ അതുകൊണ്ട് ഡെത്ത് വരണമെന്ന് ഇല്ല എന്നുള്ളത് മനസ്സിലാവും. അത്ര സിവിയർ ആയിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടത് തന്നെയാണ് തിരിച്ചു പറയുന്നത്. അപ്പൊ അതിൽ മരണവും നടന്നിട്ടുണ്ട്. അച്ഛൻ ദാ കിടന്ന് മരിച്ചു, മകള് പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, എറിത്മിയാണ്. അതായത് റിത്മിക് ആയിട്ടുള്ള ഹാർട്ടിന്റെ ബീറ്റിംഗ് എപ്പോഴും നടക്കുന്നത് എറിത്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള റിത്മിക് അല്ലാത്ത ഹാർട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് എന്താ സംഭവം, എന്ത് പമ്പ നടക്കുന്നത്, എന്താ അവിടെ നടക്കുന്നത്, ഇത് പാൽപിറ്റേഷൻ ആണോ, ഫൈബ്രിലേഷൻ ആണോ, ഇങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ECGയിൽ പല 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 ഫിഗേഴ്സ് നമ്മൾ കാണുന്നതായിട്ട് വരും. ഇതാണ് നമ്മൾ അതിനെ വേണമെങ്കിൽ കാർഡിയാക് ക്രൈസിസ് എന്ന് പറയാം. എത്ര വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ആണെങ്കിലും നമ്മൾ പയ്യെ 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 ഏത് രോഗം വന്നു കഴിഞ്ഞാൽ ഒരു അറിയാവുള്ളൂ, ECGയിൽ ഒരു വേരിയേഷൻ കണ്ടു, അങ്ങനെയാണ് തുടങ്ങുന്നത്. അടുത്ത സ്റ്റേജിലേക്ക് പോയി, പിന്നെ ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, പിന്നെ എക്കോ ചെയ്യുന്നു, പിന്നെ ട്രെഡ്മിൽ ചെയ്യുന്നു, എല്ലാം നടത്തി ഇറക്കുമ്പോഴത്തേക്കും ഇന്നലെ ഭർത്താവുമായിട്ട് അടി കൂടിയതോ, അല്ലെങ്കിൽ മകൾ ഇതുപോലെ ഒരു പരിപാടി ചെയ്തതോ, അല്ലെങ്കിൽ ഒരു സാമ്പത്തികം നഷ്ടപ്പെട്ടതോ ഒന്നും അവിടെ സമയമില്ല അവർക്ക് പരിശോധനകളിലൂടെ കയറ്റി ഇറക്കി CT സ്കാൻ ഒന്നും ചെയ്യണമെന്നില്ല, കാരണം ബ്രെയിനിലേക്കൊന്നും പോകത്തില്ല, അവർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്തത്. ഇത് നമ്മൾ കാർഡിയാക് ക്രൈസിസ് എന്ന് പറയാം. ഇറ്റ്സ് എ വെരി സീരിയസ്. രോഗി പലപ്പോഴും പേടിക്കാനായിട്ടുള്ള
ഒരു സിവിയറിറ്റി ഉള്ള സിംറ്റംസ് തന്നെയാണ്. അതിന്റെ ഡ്യൂറേഷൻ ലോങ് ആയി, കാരണം പ്രശ്നം ഒരു ദിവസം കൊണ്ട് തീരുന്നതാവണമെന്ന് നിർബന്ധമില്ല. അത് റെക്കർ ചെയ്യുക, ഹാങ്ങിങ് ആണെങ്കിൽ അതേ സിംറ്റംസ് തന്നെ വീണ്ടും വീണ്ടും വീണ്ടും. ഒരാൾക്ക് സ്ഥിരമായിട്ടുള്ള പാൽപിറ്റേഷൻ ഉണ്ടെങ്കിൽ, സ്ഥിരമായിട്ടുള്ള എറിത്മിയ, ഫൈബ്രിലേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം വരുവാണെങ്കിൽ ഓർത്തോള ഈസ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഓവർവെമിങ് നെഗറ്റീവ് സ്ട്രെസ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഏട്രിയത്തിലേക്ക് വരുവാണ്. ഏട്രിയത്തിലേക്കിന്റെ മസിലിനെ ഞാൻ നേരത്തെ പറഞ്ഞു, മയോകാർഡിയം, ഏട്രിയൽ ഹാർട്ട് മസിൽസ്. അപ്പൊ നേരത്തെ പടം തന്നെയാണ്, പക്ഷെ അതിന്റെ മുകളിലുള്ള അപ്പർ ചേംബേഴ്സ് ആണ്. അവിടെ ലെഫ്റ്റ് റൈറ്റ് ഏട്രിയം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിന്റെ കോൺഫ്ലിക്റ്റ് എന്താണ്? ഇത് ബ്ലഡ് റിലേറ്റഡ് ആണ്. അല്ലെങ്കിൽ ഐ ആം എ ഹാർട്ട് പേഷ്യന്റ് എന്ന് ഒരാൾക്ക് തോന്നി തുടങ്ങി കഴിഞ്ഞാൽ എന്റെ ഹാർട്ടിലൂടെ ബ്ലഡ് പോകുന്നില്ല എന്ന് തോന്നും, ഇത് നിരങ്ങി പോകുന്നതായിട്ട് തോന്നുന്നു, അല്ലെ ഹാർട്ടിൽ ബ്ലഡ് കയറിയിട്ട് ഇറക്കി പോകുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പല രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യും. ഇറ്റ്സ് ഓൾ അബൌട്ട് മൂവ്മെന്റ് ഓഫ് ദി ബ്ലഡ്. ബ്ലഡിന്റെ കണ്ടന്റിനെ കുറിച്ചല്ല. കോൺഫ്ലിക്റ്റ് ആകുന്നത് എന്റെ ഹാർട്ട് നിന്നു പോകുമോ, ഹാർട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, തൊട്ട് നോക്കിയാൽ അടിക്കുന്നുണ്ടോ, ഇത് അടിക്കുന്നത് കൂടുതലാണോ. എപ്പോഴും ഹാർട്ട് കോൺഷ്യസ് ആകുന്ന ഒരു രോഗികൾക്കാണ്, അതായത് ഹാർട്ടിന്റെ മൂവ്മെന്റ് എന്താണ്, അതിന് ഫങ്ഷൻ ചെയ്യേണ്ടത്, അതിനെ കുറിച്ചുള്ള എപ്പോഴും കോൺഫ്ലിക്റ്റ്. അപ്പൊ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റിനെ നോട്ട് ബീങ് ഏബിൾ ടു മൂവ് ദി ബ്ലഡ് ത്രൂ ദി ബ്ലഡ് വെസൽസ്, ത്രൂ ദി ഹാർട്ട്. ഓഫ് കോഴ്സ് ബ്ലഡ് വെസൽസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ത്രൂ ദി ഹാർട്ട്. ഇതാണ് അതിന്റെ കോൺഫ്ലിക്റ്റ്. അപ്പൊ എന്താണ്, ആരെങ്കിലും പറഞ്ഞു നിങ്ങളുടെ എന്താ വിളറിയിരിക്കുന്നു, സർക്കുലേഷൻ കുഴപ്പമുണ്ട്, നിങ്ങളുടെ എക്സസൈസ് ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ ഹാർട്ട് വിയർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോധങ്ങളൊക്കെ വരും. എന്റെ ഹാർട്ടിൽ ഇവിടെ നിന്ന് പോയ പോലെ തോന്നും. അല്ലെങ്കിൽ എപ്പോഴും ഇയാൾക്ക് ഹാർട്ട് വെസൽസുമായിട്ടോ കൊറോണറി ബ്ലോക്കേജുമായിട്ടോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അയാളുടെ മനസ്സിൽ കയറിയിരിക്കുകയാണ്, എന്റെ ഹാർട്ട് നിന്നു, എന്റെ ഹാർട്ടിന് രക്തം ഒഴുകുന്നില്ല, അല്ലെങ്കിൽ കൊറോണറി ആർട്ടീസിൽ ബ്ലോക്കേജ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ വന്നു കഴിഞ്ഞാലും ഈ ഏട്രിയത്തിലാണ് അത് അഫക്റ്റഡ് ആകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെയും അല്ലെങ്കിൽ ഫിയർ ഓഫ് സ്ട്രോക്ക്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ ഇങ്ങനെ സ്ട്രോക്ക് ആയിട്ടാണ് മരിച്ചത്, എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും സ്ട്രോക്കാണ്, ഒരു വശം തളർന്നു, ഒന്നും കുടുംബപരമായിട്ട് പോകുന്നതല്ല എന്ന് GSK വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഓരോ കേസിലും സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടാകുന്ന, അതാണ് സ്ട്രോക്കിൻ്റെത്. ഇപ്പൊ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, പാർട്ട്ണർ സൈഡ്, ചിൽഡ്രൻ, മദർസ് ആൻഡ് ചൈൽഡ് സൈഡ്, ഇതെല്ലാം കീപ്പ് ചെയ്യുന്ന സംഗതികളാണ്. കേസസ് ഒക്കെ ഉണ്ട് എനിക്ക് പറയാനായിട്ട്. സോ ഫിയർ ഓഫ് ബ്ലഡ് ഫ്ലോ, ബ്ലഡ് എൻ്റെ സർക്കുലേഷനിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് നിന്നു പോകുന്നു, ഹാർട്ടിലൂടെ പോകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പേടികളാണ് കൂടുതലും കാര്യങ്ങൾ. കുറച്ച് സ്പീഡിൽ ഇത് പോകണം. ഇനി നമ്മൾ ഏട്രിയയുടെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഹീലിംഗ് സ്റ്റേജിലാണ് സിംറ്റംസ് ഉണ്ടാകുന്നത്. ഹീലിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദി ഓർ ബിറ്റ്വീൻ ദി CLA ആൻഡ് CLB. അതായത് ഈ കോൺഫ്ലിക്റ്റോലൈസിസ് എന്ന് പറയുന്നതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പിലെപ്റ്റോഡ്, അവിടെയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം സിംറ്റംസ് ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫൈബ്രിലേഷൻ വരാം, ടാക്കിക്കാർഡിയ, സ്പീഡ് കൂടുതൽ അടിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഹാർട്ട് റെഗുലർ ആണ്, കൃത്യമായിട്ടല്ല അടിക്കുന്നത്, അത് നമുക്ക് ECGയിൽ കാണുമ്പോൾ അറിയാം, അല്ലെങ്കിൽ കൈ പിടിച്ച് നോക്കിയാൽ ചിലപ്പോൾ വലിയ ബീറ്റ് വരും, എക്ടോപിക് ബീറ്റ്, അങ്ങനെയുള്ള എക്ടോപിക് ബീറ്റ് സൈനസ് ആണ് കാരണം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇത് റെക്കർ ചെയ്യാം എപ്പോഴെല്ലാം ആ പറയുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടായ ആ ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കും, എനിക്ക് എപ്പോഴാണോ എൻ്റെ അയൽവക്കംകാരൻ അല്ലെ മറ്റേ പാർട്ടിക്കാരനൊന്നും ഹാർട്ടിനെ ബാധിക്കത്തില്ല, എൻ്റെ മകളെ കാണുമ്പോൾ, മകളുടെ ഭർത്താവിനെ കാണുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ആ വ്യക്തികളുമായിട്ട് റിലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ മണിയുടെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും വരാം, അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് ഓഫ് മൈ ഡോട്ടർ, ഇതെല്ലാം നമ്മളെ ബാധിക്കാം. അപ്പം ഏതാണോ ഒരു വ്യക്തിക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ട് ക്രൈസിസ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് തന്നെയാണ് ഹാർട്ടിന് വരുന്നത്. അപ്പോൾ എപ്പോൾ മനസ്സ് ശാന്തമാക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നോ, അല്ലെങ്കിൽ സാധിക്കുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നോ, ആ സമയത്ത് വീണ്ടും ഹാർട്ട് പഴയ അവസ്ഥയിലേക്ക് നോർമലായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ടതിലേക്ക് പോവാണ്. ഇതാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നതാണ് ആ സ്മൂത്ത് മസിൽ കൺട്രോൾ ചെയ്യുന്നത്. മിഡ് ബ്രെയിനിന്റെ രണ്ട് അല്ല, ഇത് സൈനസിനോടിനെ കുറിച്ചുള്ള, അത് നമുക്ക് തൽക്കാലം വിടാം. ഓക്കെ, ഇനി നമ്മൾ എൻഡോകാർഡിയത്തിലേക്ക് പോവാണ്, ഹാർട്ട് വാൽവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു എൻഡോകാർഡിയം എന്ന് പറയുന്നത് ഇറ്റ് ടച്ചസ് വൺ സൈഡിൽ മയോകാർഡിയവും ഉള്ളിലുള്ളത് ബ്ലഡുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗമാണ് എൻഡോകാർഡിയം. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്റ്റീവ് ടിഷ്യൂ ആണ്. അത് തന്നെയാണ്, അതേ ടിഷ്യൂ ആണ് നമ്മൾ വാൽവായിട്ട് ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ പടത്തിൽ കാണാൻ പറ്റും.
നമുക്ക് 4 തരത്തിലുള്ള വാൽവ്സ് ഉണ്ട്. മൈട്രൽ വാൽവ് ബിറ്റ്വീൻ ഏട്രിയ ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ബിറ്റ്വീൻ ദി ഏട്രിയ എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല, ബിറ്റ്വീൻ ഏട്രിയ അല്ല, ലെഫ്റ്റ് സൈഡിലുള്ള ഏട്രിയയും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിലുള്ള വാൽവാണ് മൈട്രൽ വാൽവ്. റൈറ്റ് സൈഡിലുള്ള ഏട്രിയവും വെൻട്രിക്കിളും തമ്മിലുള്ള വാൽവാണ് അതിന് ട്രൈകസ്പിഡ് എന്ന്. അതിന് 3 ഇതിലുള്ളതുകൊണ്ടാണ് ട്രൈകസ്പിഡ്. മറ്റേ മൈട്രൽ വാൽവ് 2ആണുള്ളത്. പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്നതാണ് പൾമണറി വാൽവ് ഉള്ളത്. അയോർട്ടിക് വാൽവ് ഉണ്ട്, അത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും, അയോർട്ട സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ മെഡുലയാണ്. അത് ഇനി പറയേണ്ട കാര്യമില്ല, കാരണം മസിൽസ് എല്ലാം സെറിബ്രൽ മെഡുലായി ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ 4 തരത്തിലുള്ള വാൽവ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി എന്താണ് വാൽവിന്റെ കോൺഫ്ലിക്റ്റ്? നമുക്ക് ധാരാളം കേസുകൾ നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ പേഷ്യൻസിലൊക്കെ കാണും. വാൽവാണ് പ്രശ്നം. ഈ പറയുന്ന 4 വാൽവിലും പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഈ വാൽവ് എല്ലാം ഞാൻ പറഞ്ഞു അത് ഈ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ ഒറിജിനാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. ബോൺ പോലെയോ മസിൽ പോലെയോ ലിഗമെന്റ് പോലെ ഒന്നും അത്ര സീരിയസ് അല്ല, മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷെ ഹാർട്ട് റിലേറ്റഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമാണ് വാൽവിനെ ബാധിക്കുക. അപ്പൊ എന്താണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ഡിവാലുവേഷൻ? എന്റെ ഹാർട്ട് ശരിയല്ല, അല്ലെ എനിക്ക് ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിൽ എൻ്റെ ഹാർട്ട് ഫങ്ഷനെ കുറിച്ച് വാല്യൂ ഉണ്ടാകുക. ആ വാല്യൂ പോകുന്ന സമയത്താണ്. എപ്പോഴാണ് അത് വരുന്നത്? അയാൾക്ക് തന്നെ വെറുതെ ഇരുന്ന് തോന്നുവാണ് ഹാർട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയഗ്നോസിസ് നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഐ സസ്പെക്ട് സംതിങ് റോങ് വിത്ത് യുവർ ഹാർട്ട്, തീർന്നു. അവിടെ മുതൽ പിന്നെ സെൽഫ് ഡിവാലുവേഷൻ ആയിട്ട് പോവാണ്. ഒരു ഡോക്ടർ പറഞ്ഞു യുവർ ഹാർട്ട് അപ്പിയേഴ്സ് ടു ബി വീക്ക്, തീർന്നു. അല്ലെങ്കിൽ യു ഹാവ് ഗോട്ട് സം വാൽവ് പ്രോബ്ലം ബിക്കോസ് ദർ ഇസ് എ മെർമർ. ആ മെർമർ ഉണ്ടാകാനുള്ള കാരണം വാൽവുലാർ റീഗർഗിറ്റേഷൻ ആവാം, അല്ലെങ്കിൽ അതിലൂടെ ബ്ലഡ് പോകുന്നതാണ് ഈ കോസ്. അപ്പോൾ മുതലേ പേഷ്യന്റ് പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഐ ആം ഹാവിങ് അല്ലെ എന്റെ വാല്യൂ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ പോകും, അല്ലെങ്കിൽ ഇത് ഫെയിലായി പോകും, എനിക്കിപ്പം കിതപ്പ് തോന്നുന്നു, എൻ്റെ ഹാർട്ട് നിന്ന് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേടി. സോ ഹോമിയോപ്പതി ഡോക്ടേഴ്സായ നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം, ഫിയർ ഓഫ് ഹാർട്ട് ഡിസീസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം ആണ് നിങ്ങൾക്ക് എടുക്കാം. സോ ഐ എം ഗോയിങ് ടു ഡൈ വിത്ത് ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് കൊണ്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒബ്സസീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഒത്തിരി പേഷ്യൻസിന്. അവിടെയാണ് പറയുന്നത്. അപ്പം ഫിയർ ആഫ്റ്റർ എ ഡയഗ്നോസിസ്, ഒരു ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അടുത്ത സ്ഥലത്തേക്ക് പോകണം, നിങ്ങൾ ഹാർട്ട് ഒന്ന് വിദഗ്ധമായിട്ട് ടെസ്റ്റ് ചെയ്യണം. ഇതെല്ലാം കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആക്കാനുള്ള കാരണമാണ്. അവർക്കെല്ലാം ഈ പറയുന്ന ഫിയർ ഓഫ് ഹാർട്ട് ഡിസീസ് എല്ലാം. അപ്പോൾ വാൽവ്സിന്റെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ എന്താ സംഭവിക്കും? ഞാൻ പറഞ്ഞു അത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതുകൊണ്ട് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. അപ്പോൾ എന്ത് സംഭവിക്കും? വാൽവ് നെക്രോസിസ് ആണ്. വാൽവ് കുറച്ച് സെൽസ് ഡാമേജ്ഡ്. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ ഫങ്ഷണാലിറ്റിയെ ബാധിക്കും. അപ്പം ബ്ലഡ് വൺ വേ പോകാൻ വേണ്ടിയിട്ടാണ് വാൽവ് വെച്ചിരിക്കുന്നത്. അപ്പോൾ റിഗർഗിറ്റേഷൻ നടക്കും, അല്ലെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് പോകത്തില്ല, സ്റ്റെനോസിസ് വരും. അപ്പോഴത്തേക്കും ബ്ലഡ് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഈ മർമർ ശബ്ദം ഡോക്ടർക്ക് കേൾക്കാൻ പറ്റും, നിങ്ങളുടെ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് വിദഗ്ധമായി ടെസ്റ്റ് ചെയ്യാം വേണമെന്നൊക്കെ പറയുന്നതോടുകൂടി സെൽഫ് ഡീവാലുവേഷൻ വിത്ത് റിഗാർഡ് ടു ഹാർട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതാണ് വാൽവ്സിന്റെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. ഇപ്പൊ ടിഷ്യൂ നെക്രോസിസ് നടക്കുന്നു. ടിഷ്യൂ ഇവിടെ കൺസേൺ ആയിട്ടുള്ളത് നമ്മുടെ വാൽവാണ്. അപ്പൊ അതിൽ വീക്ക്നെസ് വരുന്നു. ഈ സമയത്ത് മേജർ ആയിട്ടുള്ള പെയിനോ മേജർ ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാകുന്നില്ല, സൈലന്റ് ആണ്. അപ്പൊ അതൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മൾ അറിയുന്ന സമയത്ത് അത് ഓൾറെഡി ഹീലിംഗിലാണ്. അപ്പൊ ഹീലിംഗ് ഫേസിൽ ഹാർട്ട് വാൽവ്സിന് എന്താണ് സംഭവിക്കുന്നത്? കാരണം ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള നെക്രോസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് എല്ലാം റിപ്പയർ ചെയ്യും. ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻസിനോടും ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള പോലെ, ഒരു റബ്ബറിന്റെ ഒരു മരം ഒടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ ഒടിഞ്ഞ് നശിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്ത് നമുക്കൊരു ഹാർഡനിങ് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഫ്രം ഫർദർ ബ്രേക്കേജ്, വീണ്ടും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ബലപ്പെടുത്തുന്ന ഒരു നേച്ചറിന്റെ ഒരു പ്രകൃതിയുടെ ഒരു മെത്തഡ്. അത് തന്നെയാണ് ഈ സെക്കൻഡ് ബയോളജിക്കൽ ലോ അനുസരിച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഡിസ്ട്രക്ഷൻ, ഡ്യൂറിങ് ദി ഹീലിംഗ് അവിടെ റിപ്പയർ അല്ലെങ്കിൽ റീബിൽഡിങ് ഓഫ് ദി ഡാമേജ്ഡ് ടിഷ്യൂസ് നടക്കുകയാണ്. അപ്പോൾ സ്ട്രോങ്ങർ ദാൻ ബിഫോർ ആക്കുവാണ്.
അപ്പൊ ഹാർട്ടിന്റെ വാൽവിന് തടിപ്പുണ്ട്, ഹാർട്ടിന്റെ വാൽവിലൂടെ മർമർ കേൾക്കണു, ഹാർട്ടിന്റെ വാൽവിന് റിഗർഗിറ്റേഷൻ ഉണ്ട്, സ്റ്റെനോസിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും നിങ്ങൾ വാൽവ് റീപ്ലേസ് ചെയ്യാൻ പോകണ്ട. റീപ്ലേസ് ചെയ്യുക, വാൽവിനെ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാൽവ് ഇടുക ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയ്യോ, ഇത് വെച്ചോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഗർഭിണിയാകുമ്പോൾ നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല, ഗർഭിണിയാകാൻ പറ്റത്തില്ല, പ്രസവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ജീവിക്കണ്ടേ, അന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് മാറ്റിയിടാന്ന് പറഞ്ഞിട്ടാണ്. ഇതൊന്നും ആവശ്യമില്ല. ദി ഹാർട്ട് ഈസ് ഓൾറെഡി ഹീൽഡ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഹാർട്ട് ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ. ഓ, ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല, അത് മറ്റിടത്തേക്ക് വിടുക, അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല, ഇതൊന്നും വേണ്ട. GNM പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസിനെ മനസ്സിലാക്കാൻ പറ്റും, അത് രോഗിയെ മനസ്സിലാക്കിക്കാനായിട്ടും നിങ്ങൾ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന പ്രോസസ്സ്, അതായത് ഹീലിംഗ് നടക്കുമ്പോൾ തടിപ്പുണ്ടാവും. അതാണ് മിക്ക വാൽവുലാർ പ്രോബ്ലംസും വരുന്നത്. അപ്പോൾ ഞാൻ സിംറ്റംസ് ഞാൻ പറഞ്ഞു. അതിന്റെ നമ്മൾ പറയും വാൽവുലാർ ഇൻസഫിഷ്യൻസി എന്ന് പറയും. അതായത് ബ്ലഡിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വാൽവ് നടക്കുന്നത്. പക്ഷെ അത് അവിടെ ബ്ലഡ് നിൽക്കുന്നില്ല, അതിലൂടെ ട്രിപ്പ് ചെയ്യുന്നു. അതൊക്കെയാണ് സാധാരണ വരുന്ന സിംറ്റംസ്. അതിനെ സ്റ്റെനോസിസ് എന്ന് പറയും, ഇൻസഫിഷ്യൻസി, അയോട്ടിക് സ്റ്റെനോസിസ് ഉണ്ട്, മൈട്രൽ സ്റ്റെനോസിസ് ഉണ്ട്, വളരെ കോമൺ ആണ്. അപ്പം ഒരു ഡോക്ടർ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മർമർ കേൾക്കും. അപ്പം നിങ്ങളുടെ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്. ഏത് MBBS ഡോക്ടർക്കും പറയാൻ പറ്റും. പിന്നെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അവൾ വിദഗ്ധമായിട്ട് എക്കോ ചെയ്യുന്നു, അങ്ങനെയുള്ള വിശദീകരണത്തിൽ പറയുന്നു. രോഗി പിന്നെ ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് പോവുകയാണ്. ഒന്നും വേണ്ട, നിങ്ങളുടെ മൈൻഡ് റിപ്പയർ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഞങ്ങൾ ബയോസ്വിച്ച് എന്ന ഹോമിയോപ്പതി, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഡാനി കാരളാണ് വാക്ക് കൊണ്ടുവന്നത്. ജസ്റ്റ് ലൈക്ക് ആൻ ഇലക്ട്രിക് സ്വിച്ച്, യു സ്വിച്ച് ഓഫ് യുവർ കോൺഫ്ലിക്ട്, ദർ എൻഡ്സ് ദ പ്രോബ്ലം. ബാക്കിയൊക്കെ ശരീരം ചെയ്തോളൂ. നിങ്ങൾ പോയി അത് മുറിച്ച് കളയുകയോ പകരം മാറ്റി വെക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് പെരിക്കാർഡിയത്തിലേക്ക് പോകാം. ഞാൻ പെരിക്കാർഡിയത്തേക്ക് ചുരുക്കമായിട്ട് പറഞ്ഞു. അതൊരു 2 ലെയറുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കുഷനിങ് ആണ്. നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിന് ഇഷ്ടംപോലെ മൂവ് ചെയ്യാനും വേണ്ടിയിട്ട് അതിന്റെ കവറിങ് ആണ്. ചെറിയ ഒരു ഫ്ലൂയിഡ്, എന്താ പറയുക, ലൂബ്രിക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട്. അപ്പൊ ആ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദി ഹാർട്ടിനെയാണ് നമ്മൾ പെരിക്കാർഡിയം എന്ന് പറയുന്നത്. പെരിക്കാർഡിയത്തിന്റെ വ്യത്യാസം, നിങ്ങൾക്ക് ആ കളറൊക്കെ മാറിയത്, നമ്മൾ എൻഡോകാർഡിയത്തിൽ തന്നെ നിൽക്കുവാണ്. ഇതാണ് എൻ്റെ സെന്റർ, വാൽവിനെ കൺട്രോൾ ചെയ്യുന്ന സെന്ററാണ്. നമ്മളിവിടെ പെരിക്കാർഡിയത്തിലേക്ക് പോകുന്നു. അപ്പൊ പെരിക്കാർഡിയം നിങ്ങൾക്കറിയാം, ഇവിടെ സെറിബെല്ലമാണ് കൺട്രോൾ ചെയ്യുന്നത്. സെറിബെല്ലം എന്ന് പറഞ്ഞാൽ ഓൾഡ് മീസോഡേമാണ്. ഓൾഡ് മീസോഡേം ആകുമ്പോൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഓർക്കണം. അവിടെ ടിഷ്യൂ ഡെവലപ്മെന്റ് ആണ്, ടിഷ്യൂ ഗ്രോത്ത് ആണ് ഉണ്ടാകുക, മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉണ്ടാകുക. അപ്പോൾ പെരിക്കാർഡിയത്തില് ഒരു പ്രശ്നം വന്നാൽ എന്താണ് പ്രശ്നം പെരിക്കാർഡിയത്തിൽ വരുന്നത്? കാരണം ഞാൻ പറഞ്ഞു പെരിക്കാർഡിയം ഇസ് എ പ്രൊട്ടക്റ്റീവ് കവറിങ്. അപ്പൊ എന്താണ് അതിന്റെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി? അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ്. അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ് എല്ലാ സെറിബെല്ലം കൺട്രോൾഡ് ടിഷ്യൂസിന്റെ. അത് അടുത്ത പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്, മുകളിൽ കാണുന്നത്, താഴെയുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്. ഇവിടെ 2 കണ്ണുപോലെ കാണുന്നതാണ് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്, റൈറ്റ് പെരിക്കാർഡിയം, ലെഫ്റ്റ് പെരിക്കാർഡിയം. എന്തുകൊണ്ട് ലെഫ്റ്റ് പെരിക്കാർഡിയം കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് സൈഡ്, റൈറ്റ് പെരിക്കാർഡിയം ഫ്രോം ദി റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ? കാരണം ഇത് ഇവിടെ മുതൽ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിലും ബിക്കോസ് ഓഫ് ദി 180 ഡിഗ്രീസ് ട്വിസ്റ്റ്, ഇത് അതേ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അല്ലാതെ ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ആയതുകൊണ്ടല്ല ഇതിന്റെ കൺട്രോളിങ് ഐസോ ലാറ്ററൽ ആകുന്നത്. അപ്പോൾ ഓൾഡ് മീസോഡേം ആണ്. അതുകൊണ്ട് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എന്ത് സംഭവിക്കും? ടിഷ്യൂ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. സെറിബെല്ലമാണ് കൺട്രോൾ ചെയ്യുന്നത്. സെറിബെല്ലത്തിന്റെ അകത്ത് ബ്രസ്റ്റ്, ഡെർമിസ്, പെരിക്കാർഡിയം എന്നൊക്കെ പറയുന്നു, പെരിട്ടോണിയം, തൊറാസിക്, പ്ലൂറ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ സെൻട്രലാണ് ഈ പറയുന്ന ഹാർട്ടിന്റെ കൺട്രോളിംഗ് ആണുള്ള പെരിക്കാർഡിയത്തിന്റെ കൺട്രോളിംഗ് ആണ്. അപ്പൊ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഹീലിംഗ് ഫേസിൽ എന്താണ്? അവിടെ ഈ പറയുന്ന ഗ്രോണപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രോ ചെയ്ത് ടിഷ്യൂസ് എല്ലാം ഡിസ്ട്രോയിഡ് ആവും. ഡിസ്ട്രോയിഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? നാച്ചുറലി ഡിസ്ട്രക്ഷന് ബാക്ടീരിയൽ ഉണ്ടാവും. അവിടെ ബാക്ടീരിയൽ പെരിക്കാർഡൈറ്റിസ് എന്ന് പറയുന്നത്, അല്ലെ പെരിക്കാർഡൈറ്റിസ് ഇൻഫ്ലമേഷൻ വരാം. ഇപ്പൊ ബാക്ടീരിയൽ പ്രസൻസ് വരാം, പനി വരാം, വേദന വരാം. അപ്പൊ എല്ലാം, എസ്പെഷ്യലി വെൻ ദർ ഇസ് എ സിൻഡ്രോം ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. വെൻ വി ഫീൽ ഐസൊലേറ്റഡ്, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, എക്സിസ്റ്റൻസ് കോൺഫ്ലിക്ട്, ഹോസ്പിറ്റലൈസേഷൻ കോൺഫ്ലിക്ട്, റെഫ്യൂജി കോൺഫ്ലിക്ട്, ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റും കൂടെ ഉള്ള ഒരാൾക്കാണെങ്കിൽ ആ ഫ്ലൂയിഡ് അക്യുമുലേഷൻ വളരെ കൂടുതലാണ്.
അതിനെ നമ്മൾ കാർഡിയാക് ടാമ്പോണൈഡ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ആ പ്രഷർ ഓഫ് ദി ഫ്ലൂയിഡ് ഇൻ ദി പെരികാർഡിയൽ കാവിറ്റി വന്നു കഴിഞ്ഞാൽ അത് ഹാർട്ടിന്റെ ഫംഗ്ഷനെ ബാധിക്കാം. അത് സീരിയസ് കണ്ടീഷൻ ആകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ബീറ്റിങ്ങിനെ ബാധിക്കാം. അത് ലങ്സിലേക്കൊക്കെ അത് വന്നിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അത് പോർ പൾമണൽ എന്ന് പറയുന്ന ഇങ്ങനെ പല കോംപ്ലിക്കേഷനും അതിന്റെ ഭാഗമായിട്ട് ഒക്കെ ഉണ്ടാകാം. അപ്പോ ഇത്രയും പറഞ്ഞ് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല. കോൺഫ്ലിക്റ്റ് ഓഫ് ദി പെരികാർഡിയം ഈസ് അറ്റാക്ക് കോൺഫ്ലിക്റ്റ്. മറന്നേക്കരുത്, എഴുതി വെക്കുക, കർലാസിലോ മനസ്സിലോ എഴുതി വെക്കുക, അറ്റാക്ക് കോൺഫ്ലിക്റ്റ്. അപ്പൊ ആരാണ് ഈ പറയുന്നത്? ഹാർട്ടിന്റെ പോയിട്ട് ഇടിക്കുന്നത് ആരാണ്? നീഡ് നോട്ട് ബി. ഹാർട്ടിൽ ഇടിക്കണമെന്നില്ല. ഹാർട്ടിൽ ഇടിച്ചാലും ഇതുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ചെസ്റ്റിൽ ഇടിച്ചാൽ മതി. ഇടി കൊള്ളുന്നത് ചിലപ്പോൾ വെർബൽ അറ്റാക്ക് പോലും ആകാം. എന്റെ ചങ്കിൽ തറച്ച പോലെ ഒരു വാക്ക് അവള് പറഞ്ഞു, അവൻ പറഞ്ഞു. എന്റെ ചങ്കിൽ അത് തറച്ചു. എന്റെ ചങ്കിന്റെ എന്റെ ചങ്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഹാർട്ടാണ്. എന്റെ ഹൃദയത്തെ തുളച്ചു പോയി ആ വാക്ക് അവള് പറഞ്ഞു, അവൻ പറഞ്ഞത്. ഇതൊക്കെ ഈ പറയുന്ന കാരണമുണ്ട്. അപ്പൊ മെന്റൽ കാരണം കൊണ്ടല്ലാതെ ഒരിക്കലും ഈ പറയുന്ന പെരികാർഡിയൽ ചേഞ്ചസ് വരത്തില്ല. ഇനി ഈ അറ്റാക്ക് വന്നാൽ അത് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിലാണ് ഞാൻ പറഞ്ഞത് ഗ്രോത്ത് ഉണ്ടായത്. പിന്നെ അത് ഹീലിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു ചെസ്റ്റ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസ് തന്നെയാണ് പറയുന്നത്. ചെസ്റ്റ് ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെർബൽ ഇഞ്ചുറി ആവാം, അല്ലെ ചെസ്റ്റിലുള്ള ഓപ്പറേഷൻസ് ആവാം. നമ്മളൊരു റിബ്സിന് ഓപ്പറേഷൻ വന്നു, അല്ലെങ്കിൽ ബ്രസ്റ്റിന് ഒരു ഓപ്പറേഷൻ വന്നു, അല്ലെങ്കിൽ പ്ലൂറ ഉള്ളിൽ എന്തെങ്കിലും വന്നു. ഇതെല്ലാം ഹാർട്ടിലേക്കും അതിൻ്റെ വരാം. ഇത് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നതോ ഒന്നുമല്ല, കോംപ്ലിക്കേഷൻ ഒന്നും അല്ല. അത് എന്റെ ഹാർട്ടിനെ അത് ബാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ വരുമ്പോഴും. അപ്പോൾ വെർബൽ അറ്റാക്ക് ഞാൻ വീണ്ടും പറയാണ്, ഒരു ഭയങ്കര എന്നെ തറച്ച് മുറിഞ്ഞ് എന്റെ ഹൃദയം മുറിഞ്ഞു എന്നൊക്കെ പറയുന്ന സാഹിത്യത്തിൽ പറയുന്ന പോലെ തന്നെ എന്റെ ഹൃദയഭേദകം എന്നൊക്കെ പറയുന്ന വാക്കുകളും പ്രയോഗങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ നമുക്ക് പെരികാർഡൈറ്റിസ് ഉണ്ടാകാം. ഇതൊക്കെ പ്രണയതാവൾക്കൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. എൻ്റെ ഹൃദയം മുറിഞ്ഞുപോയി, ഹൃദയഭേദകമായിരുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടാകും. അപ്പൊ ലവ്ഡ് വൺസിന്റെ ക്രൈസിസും എല്ലാം ഇതിൻ്റെ അകത്ത് പെടുത്താവുന്ന കാര്യങ്ങൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറഞ്ഞു കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസ്, സെൽ പ്രോളിഫറേഷൻ ഉണ്ടാകുന്നത് തിക്കനിങ് ആണ്. എന്തിനാണ് ആ തിക്കനിങ് വരുന്നത്? അതാണ് ബയോളജിക്കൽ പർപ്പസ്. എന്തിനാണ്? ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ തിക്കനിങ് വരുന്നത്. ഇനി ആ സമയത്ത് അതൊരു ക്യാൻസർ ആയിട്ട് പോലും ഡയഗ്നോസ് ചെയ്യും. അത് നമ്മൾ പ്ലൂറയിലും പെരിറ്റോണിയത്തിലും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെയും അതുണ്ട്. ഓർത്തേക്ക് അതിനെ മീസോത്തീലിയോമ എന്നാണ് പറയുക, മീസോത്തീലിയോമ. അപ്പൊ അത് പ്ലൂറൽ മീസോത്തീലിയോമ, പെരിറ്റോണിയം മീസോത്തീലിയോമ എന്നൊക്കെ പേര് പറയുന്നുണ്ട്. മീസോത്തീലിയോമ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ക്യാൻസർ ആയേക്കാം, ക്യാൻസറിന്റെ തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കലുകളും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹീലിംഗിലേക്ക് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാമ്പോണൈഡ് തരുന്നത്, പെരികാർഡിയൽ എഫ്യൂഷൻ വരുന്നത്, പെയിൻ വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം കാർഡിയാക് പെയിൻ, അത് സ്റ്റിക്കി പെയിൻ, അത് പ്ലൂറൽ എഫ്യൂഷൻ ഉള്ളപ്പോൾ വെറ്റ് ആയിട്ടുള്ള ഫീലിംഗ് വരും. ഡ്രൈ പ്ലൂറസി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പെരികാർഡിയത്തിന്റെ ഫ്ലൂയിഡും കുറവാണെങ്കിൽ, അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റിക്കി പുള്ളിങ് ആയിട്ടുള്ള വേദനകളൊക്കെ വന്നേക്കാം. അതും ഇതിന്റെ കൂടെ വരുത്തുന്നതാണ്. അപ്പോൾ ആ വേദന മിക്കവാറും ഈ സ്റ്റേർണത്തിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് അത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് സ്റ്റേർണൽ പെയിൻ ഒക്കെ ആയിട്ട് അത് അനുഭവപ്പെടും. ഇവിടെ ബാക്ടീരിയ, എസ്പെഷ്യലി ഇത് ഇവിടെ മൈക്രോ ബാക്ടീരിയ, ട്യൂബർക്ലോസിസ് ഒക്കെ ഇൻവോൾവ് ആകും. പുറത്തുനിന്ന് വരുന്ന മൂക്കിൽ കൂടെ കയറുന്ന, ലങ്സിൽ കൂടെ വരുന്നതൊന്നുമല്ല. ഇവിടെ ബോഡിയുടെ ഉള്ളിൽ തന്നെയുള്ള മൈക്രോ ബാക്ടീരിയ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വളരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ലോസ് ഓഫ് പ്രോട്ടീൻ ബോഡിയിൽ നിന്ന് പോയേക്കാം, ഡിസ്ചാർജിലൂടെ, വേർപ്പിലൂടെ ഭയങ്കര മണം വന്നേക്കാം, പിന്നെ വേർപ്പ് വളരെ കൂടുതലായേക്കാം, അത് രാത്രിയിൽ വളരെ കൂടുതലായേക്കാം, അതിനെ നൈറ്റ് സ്വെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര കാര്യങ്ങളും there is a presence of mycobacteria like tuberculosis എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെരികാർഡൈറ്റിസ് എന്നാണ് അത് ആ അവസ്ഥയെ പറയുന്നത്. പെരികാർഡിയൽ എഫ്യൂഷൻ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് അതിൽ തന്നെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാം, ഹാർട്ടിന്റെ ഫംഗ്ഷനെ ബാധിക്കാം. ചില കേസുകളിൽ സീരിയസ് ആണ്. അങ്ങനെയുള്ള വളരെ കൂടുതലാണെങ്കിൽ, എസ്പെഷ്യലി ഫ്ലൂയിഡ് വളരെ കൂടുതലാണെങ്കിൽ അത് ഹാർട്ടിന്റെ ഫംഗ്ഷനെ ബാധിക്കാം, പ്രഷർ ഉണ്ടാക്കിയേക്കാം, ശ്വാസം മുട്ടൽ വന്നേക്കാം. ഇതൊരു എമർജൻസി കേസാണ്. അത് വാച്ച് ചെയ്യണം, നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഹാർട്ട് തന്നെ അഫക്റ്റഡ് ആവും. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഹീറോയിലേക്ക് പോവാണ്, കൊറോണറി ആർട്ടറീസ്. ഈ ഹാർട്ട് അറ്റാക്ക് മുഴുവനും കൊറോണറി ആർട്ടറീസിന്റെ ബ്ലോക്കേജ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കുന്നവരാണ്. എന്നെ ശ്രവിക്കുന്ന, സോറി ടു സേ,
ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും. GNM പഠിച്ചിട്ടുള്ള ഡോക്ടർ ശശിക്കോ ബാക്കി ആരൊക്കെ പഠിക്കുന്ന എനിക്കറിയില്ല, അത്രയും പേരൊക്കെ ഇത് മനസ്സിലാക്കണം. കൊറോണറി ആർട്ടറിയുടെ ബ്ലോക്കേജും ഹാർട്ട് അറ്റാക്കും തമ്മിൽ യാതൊരു ബന്ധവും. അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നവരുടെ ഒരു ഹാർട്ടിലും ബ്ലോക്കേജ് സ്ഥാപിച്ചിട്ടില്ല. ബ്ലോക്കേജ് ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അതല്ല മരണ കാരണമെന്ന് ആണ് GNM വളരെ റാഷണൽ ആയിട്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും. ഇനി എന്താണ് കൊറോണറി? അപ്പൊ നിങ്ങൾ ആ 2 കളറിലുള്ള വെസൽസ് കാണാം. നീല കളർ കൊറോണറി വെയിൻസ് ആണ്, റെഡ് കളറിലുള്ള അത് കൊറോണ ലൈക്ക് ഒരു ക്രൗൺ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ്, ഹാർട്ടിന്റെ ഒരു കിരീടം വെച്ച പോലെ ഇരിക്കുന്നതുകൊണ്ട് അതിനെ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കൊറോണറി ആർട്ടറീസ് ആണ് പഠിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൊറോണറി വെയിൻസ് പഠിക്കാം. അപ്പം ഹാർട്ട് മസിലിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യലാണ് അതിന്റെ ജോലി, സംശയമൊന്നുമില്ല. അപ്പൊ അതിന്റെ റെഡ് കളർ കൊണ്ട് തന്നെ അതിന്റെ ഒരു ഇന്നർ ലൈനിങ് മാത്രമാണുള്ളത് അവിടെ. അത് സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ടിഷ്യൂ ആണ്, എക്ടോഡിയം ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ടാണ് ആ റെഡ് കളർ വരുന്നത്. ഞാനത് കൂടുതൽ പറയുന്നില്ല, ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അത് കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻസുല, ആദ്യത്തെ പടത്തിന്റെ അത് ഇൻസുല എന്ന് പറയുന്ന ഒരു ഏരിയ കാണാം. ഇൻസുല ഞാൻ വേണമെങ്കിൽ കുറച്ച് വലുതാക്കി കാണിക്കാം. ഇതെല്ലാം പുസ്തകത്തിലുള്ളതാണ്, നമ്മുടെ പുസ്തകം മീൻസ് നമ്മുടെ വെബ്സൈറ്റിലുള്ളതാണ്. നിങ്ങൾ ഇതൊക്കെ പഠിക്കുക. ഇൻസുല എന്ന് പറയുന്ന ഒരു ഇന്നർ ഭാഗമാണ്. അവിടെ ഈ പോസ്റ്റ് സെൻസറി കോർട്ടെക്സും ടെമ്പറൽ ലോബും സെൻസറി കോർട്ടെക്സും മോട്ടോർ കോർട്ടെക്സും പ്രീ മോട്ടോർ കോർട്ടെക്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇൻസുല. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇൻസുല കാണാൻ പറ്റും ഫസ്റ്റ് പടത്തിൽ. ആ ഇൻസുലയാണ് ഈ പറയുന്ന കൊറോണറി ആർട്ടറീസിന്റെ കൺട്രോളിങ് സെന്റർ. അപ്പോൾ അതിന്റെ ഇന്നർ ലൈനിങ് ആണ് ഞാൻ പറയുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്, കൺട്രോൾഡ് ബൈ ദി റൈറ്റ് ഇൻസുല. അപ്പോൾ റൈറ്റ് ഇൻസുലയാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ്ട്രീം റൈറ്റിലുള്ള പടത്തിൽ കാണാൻ പറ്റും കൊറോണറി ആർട്ടറീസ്, അയോട്ട, കരോട്ടിഡ് ആർട്ടറീസ്, സബ്ക്ലേവിയൻ ആർട്ടറീസ്. അപ്പൊ ഈ മെയിൻ ആർട്ടറീസ് ഓഫ് ദി ഹാർട്ടിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന എല്ലാ ആർട്ടറീസിനെയും കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ ആ പറയുന്ന ടെമ്പറൽ ലോബിന്റെ പടമാണത്. ടെമ്പറൽ ലോബിന്റെ റൈറ്റ് സൈഡിലാണ് അതിന്റെ സെൻട്രലുള്ളത്. അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കൊറോണറി വെയിൻസ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം ഒരു കാര്യം കൂടെ അവിടെ സെർവിക്സ് യൂട്ടറൈ. ഇപ്പൊ യൂട്രസിന്റെ സെർവിക്സും അവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഫീമെയിലും മെയിലും ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് വ്യത്യസ്തമാണ്. ഞാൻ ഈ പറയുന്ന എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും ഒരു 10, 25, 30 പ്രാവശ്യമെങ്കിലും ഞാനിത് വായിച്ചിട്ടുണ്ട്, ക്ലാസ് എടുക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇത്രയും സ്പീഡിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ എത്തണം നിങ്ങൾ, എങ്കിൽ മാത്രമേ നിങ്ങളുടെ അടുത്ത് വരുന്ന രോഗിയെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സമാധാനിപ്പിച്ച് ശാന്തമാക്കി വിടാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിപ്പിക്കാനായിട്ട് പറ്റും, അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് കൊറോണറി ആർട്ടറീസിന്റെ കോൺഫ്ലിക്റ്റ്? ഞാൻ വീണ്ടും പറയുകയാണ്, ആദ്യത്തെ എല്ലാം മറന്നാലും ഇത് നിങ്ങൾ മറന്നുകരുത്. ഇതിനെയാണ് ടെറിട്ടറി ലോസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ടെറിട്ടോറിയൽ ലോസ് കോൺഫ്ലിക്റ്റ്. കൂടെ അതിന്റെ ഇപ്പുറത്ത് എഴുതാം മെയിൽ ടെറിട്ടോറിയൽ ലോസ് കോൺഫ്ലിക്റ്റ്. ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മെയിലിന് വേറെ കാരണം, ഫീമെയിലിന് വേറെ കാരണം എന്ന് പറയുന്നത് GNM മാത്രമേ പറയുന്നുള്ളൂ ഈ ലോകത്തിൽ. അപ്പം ആരാണ് മെയിൽ? ഹോർമോണൽ വൈസ് മെയിൽ ആയിട്ടുള്ള ആള് ചിലപ്പോൾ ഒരു ഫീമെയിലും മെയിലിന്റെ അവസ്ഥയിലേക്ക് വരും. എപ്പോഴ്? ആഫ്റ്റർ ഹെർ മെനോപോസ് ഷീ ബിക്കംസ് എ ഹീ. അപ്പോഴത്തേക്കും അവിടെ ആ വ്യക്തി, ആ സ്ത്രീ, അവൾ ബിഹേവ്സ് ലൈക്ക് എ മെയിൽ. അപ്പോൾ അവർക്ക് ടെറിട്ടോറിയൽ ആയിട്ടുള്ള എല്ലാം വളരെ 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 പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരും. അപ്പൊ മെനോപോസിന് ശേഷം ഒരു സ്ത്രീ ബിഹേവ്സ് ലൈക്ക് എ മെയിൽ. അപ്പോൾ ഫോർ ഹെർ ഓൾ ദി ടെറിട്ടോറിയൽ ഇഷ്യൂസ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ്. അതുവരെ വേറെ. അതുകൊണ്ടാണ് അവിടെ സെക്സ്വാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അതുകൊണ്ട് കൊറോണറി ആർട്ടറീസ് അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഓർത്തോളുക, മെയിൽ ടെറിട്ടോറിയൽ ലോസ് കോൺഫ്ലിക്റ്റ്. എന്താണ് ലോസ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട എന്തോ നഷ്ടപ്പെടുക എന്ന് തന്നെയാണ് ലോസ്. നഷ്ടപ്പെട്ടു. ആരാണ് നഷ്ടപ്പെട്ടത്? എൻ്റെ പണമാവാം, എൻ്റെ സ്വത്താവാം, എൻ്റെ വാഹനമാകാം, എൻ്റെ വീടാകാം, എൻ്റെ ഫാമിലി ആകാം. ഇതെല്ലാം എൻ്റെ ടെറിട്ടറിയാണ്. ടെറിട്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമില്ല. ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് ചേർത്ത് പറയാൻ പറ്റുന്ന എല്ലാം എൻ്റെതാണ്, അല്ലെങ്കിൽ എൻ്റെ ടെറിട്ടറിയാണ്. ഈ ക്ലിനിക്ക് എൻ്റെ പേരിലാണെങ്കിൽ ഇത് എൻ്റെതാണ്. എൻ്റെ ഭാര്യ എൻ്റെതാണ്, എൻ്റെ മക്കള്, എൻ്റെ ഫാമിലി എൻ്റെതാണ്, എൻ്റെ ബാങ്കിലുള്ള ഡിപ്പോസിറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ് എൻ്റെതാണ്, ഈ സ്ഥലം എൻ്റെതാണ്. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ
വെള്ളപ്പൊക്കം വന്നു, പ്രളയം വന്നു, എൻ്റെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് കംപ്ലീറ്റ് കൊളാപ്സ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പ്രധാനപ്പെട്ട എന്തോ പോയി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ എൻ്റെ മോള് എന്നെ വിട്ടുപോയി. ഇതെല്ലാം ലോസ് ആണ്. അതുകൊണ്ടൊക്കെയാണ് ഹാർട്ട് അറ്റാക്കുകൾ വരുന്നത്. അവിടെ കൊറോണറി ആർട്ടറീസിൽ, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിതം മുഴുവൻ ത്യജിച്ചു, അല്ലെങ്കിൽ ജീവിച്ചത് മുഴുവൻ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മോൾ ഇത് കൂട്ടൊരു പണി ചെയ്യുമെന്ന് ഓർത്തില്ല, ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല. ആ സമയത്ത് ഹാർട്ടിലെ കൊളസ്ട്രോൾ അങ്ങനെ കൂടി എൻ്റെ ബ്ലോക്ക് വന്ന് അടഞ്ഞു പോയി. അന്നേരം ഹാർട്ട് അങ്ങ് നിന്നുപോയി. ഇതൊന്നുമല്ല. ഓർത്തോർത്ത് ചിരിക്കാൻ മാത്രമാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചതും പഠിച്ചുകൊണ്ടിരുന്നതും പഠിപ്പിക്കുന്നതും ഇന്ന് ലോകം മുഴുവൻ അറിയുന്നത്. ഇതൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ എന്താ പറയാ, ആത്മസമാധാനത്തിന് വേണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക, പ്ലീസ്. അതേ എനിക്ക് പറയുവാനുള്ളൂ. അപ്പൊ ഒരാളുടെ വീട് നഷ്ടപ്പെട്ടതാവാം, ഒരാളുടെ കടം വന്നതാവാം, ബാങ്ക്രപ്സി, കടം വീട് ജപ്തി ചെയ്തുകൊണ്ട് ബാങ്കുകാർ എടുത്തുകൊണ്ട് പോകുന്നു. ഡിവോഴ്സ് ആവാം, ഐ ലൈക്ഡ് ഹെർ ഓർ ഐ ലൈക്ക് ഹിം, പക്ഷെ ഹി ഡസൻ വാണ്ട് ടു കണ്ടിന്യൂ ലൈഫ് വിത്ത് മീ. അതൊരു ലോസ് ആണ്. എൻ്റെ ഡിവോഴ്സ് ആവാം ചിലപ്പോൾ, അല്ലെങ്കിൽ ലോസ് ഓഫ് എ പാർട്ട്ണർ ആവാം, ലോസ് ഓഫ് പൊസിഷൻ ആവാം. പൊസിഷൻ ആവാം. നിങ്ങൾക്കെല്ലാം അറിയുന്ന PT തോമസ് MP, അദ്ദേഹം MP ആയിരുന്ന സമയത്ത് അദ്ദേഹം ആഗ്രഹിച്ച ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പുള്ളിക്ക് മത്സരിക്കാനായിട്ട് കൊടുത്തില്ല, കിട്ടിയില്ല. പുള്ളി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കുറച്ച് ദിവസത്തിനുള്ളിലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. GNM അറിയുന്നതുകൊണ്ട് മാത്രം ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ എനിക്കത് മനസ്സിലായി. അങ്ങനെയാണ് ഓരോ ഓരോ വ്യക്തികളുടെ, നമ്മൾ സെലിബ്രിറ്റീസ്, എല്ലാവരും അറിയുന്ന ആൾക്കാരുടെ ഓരോ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് GNM അനുസരിച്ച് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ തന്നെ ആരോഗ്യം, നിങ്ങളുടെ അടുത്ത് വരുന്ന രോഗികൾ, ഇവരുടെ എല്ലാം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പൊസിഷൻ പോയാൽ മതി, അതെല്ലാം നമ്മുടെ ടെറിട്ടറിയാണ്. അത് ഫീമെയിലാണെങ്കിൽ അതിനെ ഫീമെയിൽ സെക്ഷൽ കോൺഫ്ലിക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, മെൻസ്ട്രുവേറ്റിംഗ് ലേഡി, ഈസ്ട്രജൻ പ്രോമിനന്റ് ആയിട്ടുള്ള, ഹോർമോണൽ വൈസ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, ഷീ ഹാസ് ഗോട്ട് സം പ്രോബ്ലം അബൌട്ട് സെക്ഷൽ. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. സെക്ഷൽ കോൺഫ്ലിക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രമായിട്ട് ഒത്തിരി സമയം എടുക്കാവുന്നതാണ്, ഇത്രയൊന്നും പറയുന്നില്ല. അപ്പൊ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എന്ത് സംഭവിക്കണു? ദർ ഈസ് അൾസറേഷൻ ഓഫ് ദി ആർട്ടീരിയൽ ലൈനിങ്. എന്തുകൊണ്ട്? അത് എക്ടോഡൻ ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി സെല്ലുലാർ ഡിസ്ട്രക്ഷൻ. അപ്പൊ ആർട്ടീരിയൽ ലൈനിങ്ങിൽ അൾസറേഷൻസ് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ബിക്കോസ് ദിസ് ഇൻഡിവിജ്വൽ മസ്റ്റ് ബി ഹെൽപ്ഡ് ബൈ നേച്ചർ ബൈ പ്രൊഫ്യൂസ് ബ്ലഡ് സർക്കുലേഷൻ. കൂടുതൽ രക്തം ഒഴുകിയിട്ട് ഇയാളെ ആക്റ്റീവ് ആക്കാൻ, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രകൃതി ചെയ്യുന്ന രീതിയാണ്. ലൂമൻ ഓഫ് ദി കൊറോണറി വെസൽ, കൊറോണറി ആർട്ടറി വൈഡൻ ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പരിപാടി ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് സപ്ലൈ ഇംപ്രൂവ് ചെയ്യുക ആണ് പർപ്പസ്. ഇനി ഒരു എക്സ്പ്ലനേഷനും ഇല്ല, അല്ലെങ്കിൽ കുറച്ച് പേര് ഉറക്കം തൂങ്ങും. അതുകൊണ്ട് അപ്പൊ ഡ്യൂറിങ് ദിസ് ഈ സെല്ലുലാർ ഡിപ്ലീഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് വരുന്ന സമയത്ത് ഒരു അഞ്ചൈന ഉണ്ടാവും. അഞ്ചൈന പെക്ടോറിസ് എല്ലാ ഡോക്ടേഴ്സിനും അറിയാം. അഞ്ചൈന എന്ന് പറഞ്ഞാൽ പെയിൻ. അത് ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ദി സെല്ലുലാർ ഡിപ്ലീഷൻ, അല്ലെ സെല്ലുലാർ ഡിസ്ട്രക്ഷൻ. ഹീലിംഗ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ റിപ്പയർ ചെയ്യാണ്ട്, അതായത് അൾസറേറ്റഡ് ആയിട്ടുള്ള ലൂമൻ ഇന്നർ ലൈനിങ്ങിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റി മെറ്റീരിയൽ ബോഡി പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെ ബോഡിയുടെ ഉള്ളിലുള്ളതിനെ യൂട്ടിലൈസ് ചെയ്യും. അതാണ് പ്ലേക്ക്, അതാണ് കൊളസ്ട്രോൾ പ്ലേക്സ്, എത്തറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന സാധനം. അത് പിന്നെയും ചെയ്യാനായിട്ട് കാൽഷ്യവും ഉപയോഗിക്കും. അപ്പൊ അതിനെ, ആ പ്ലേക്കിനെയാണ് കണ്ടുപിടിച്ചിട്ടാണ് ഇതാണ് പറയുന്നത്, ഇതുകൊണ്ടാണ് ഹാർട്ട് വെസൽ നിന്ന് പോകുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ഹീലിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് അവിടെ വെസൽ വാളിൽ ഒരു കട്ടി ഉണ്ടാവും, കുറച്ച് സ്വെല്ലിംഗ് ഉണ്ടാവും, പ്ലേക്ക് ഉണ്ടാകും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ അയാൾക്ക് എത്തറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇനി എന്താണ് ഹാർട്ട് അറ്റാക്ക്? അത് ഹീലിംഗ് ക്രൈസിസിലാണ് ഉണ്ടാകുക. ഹീലിംഗ് ക്രൈസിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്. ഇപ്പൊ ലോസ് ഉണ്ടായി, സിവിയർ ആയിരുന്നു. ഡോക്ടർ ഹാമർ കൃത്യമായിട്ട് പറയുന്നത് 9 മാസം എന്നാണ് പറയുന്നത്. 9 മാസത്തിനുള്ളിൽ അയാൾ റിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ, വളരെ സീരിയസ് ആണ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് എങ്കിൽ, ഹീലിംഗ് ഫേസിൽ അയാൾക്ക് ഡെത്ത് സംഭവിക്കുക. അത് മയോകാർഡ് ഇൻഫാർഷൻ കൊണ്ടാണെന്നില്ല, അത് മൈൻഡും ബ്രെയിനും ബോഡിയും കൂടെ ചേർന്ന്, ഹാർട്ടും കൂടെ ചേർന്നിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ അത് ഈ പറയുന്ന മെക്കാനിസം അല്ല എന്നുള്ളത് മനസ്സിലാക്കും.
അപ്പോൾ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആകുന്ന സമയത്തല്ല വരുന്നത്, ഹീലിംഗ് ക്രൈസിസിലാണ്. അപ്പോൾ ചിലപ്പോൾ റിസോൾവ് ചെയ്തു, അതിനുശേഷം കുറച്ച് വീക്സ് ആഫ്റ്റർ, അതിനാണ് 40 വീക്സ് ആണ് നമ്മൾ ഇൻട്രാ യൂട്രൈൻ ലൈഫായിട്ട് പറയുന്നത്, 9 months to 10 months എന്നൊക്കെ പറയുന്നത്. ആ സമയം അത്രയും നാൾക്കുള്ളിൽ ഹീലിംഗ് നടന്നിട്ടില്ലെങ്കിൽ ഹി മേ ഡൈ എന്നാണ് പറയുന്നത്. സിവിയർ ആഫ്റ്റർ ലോങ് ലാസ്റ്റിംഗ് ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ്. ഇനി ഈ സമയത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ, മരണം എന്ന് പറയുന്നതല്ല അതിന്റെ ലക്ഷ്യം, ഇയാളെ രക്ഷപ്പെടുത്താനുണ്ട്. അപ്പം ഒരു സ്വെറ്റിംഗ് ഉണ്ടായേക്കാം, ഒരു ബ്രാഡിക്കാർഡിയ, ഹാർട്ടിന്റെ ബീറ്റിങ്ങിന്റെ സ്പീഡ് ചിലപ്പോൾ കുറഞ്ഞേക്കാം, അതുകൊണ്ട് തന്നെ പൾസ് വളരെ വീക്ക് ആയേക്കാം, സർക്കുലേഷൻ സ്ലോ ആയേക്കാം, സർക്കുലേഷൻ വീക്ക് ആയേക്കാം, നമുക്ക് ബ്രെയിനിലേക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് ചെല്ലാത്തപ്പോഴത്തെ ഒരു ഡിസി ഫീലിംഗ് ഉണ്ടായേക്കാം, ഇതെല്ലാം ഫെയിന്റിങ് ഉണ്ടായേക്കാം, ഒരു സിങ്കോപ്പി. അപ്പം ഫെയിന്റിങ്, ഇതെല്ലാം കൂടിയാണ് സാധാരണഗതിയിൽ ഈ ഈ ഈ പറയുന്ന ക്രൈസിസ്, എപ്പി ക്രൈസിസിൽ ഉണ്ടാകുന്നത്. അല്ലാതെ എല്ലാം മരണത്തിൽ അവസാനിക്കണം അങ്ങനെയൊന്നുമില്ല. ഇനി കൊറോണറി വെയിൻസ്, നമുക്കിത് വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്, പക്ഷെ കൊറോണറി വെയിൻസ് ഫീമെയിൽ പ്രോമിനൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വശത്ത് കാണാൻ പറ്റും, ആ ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ റൈറ്റ് സൈഡിൽ റെഡിൽ എഴുതിയിരിക്കുന്നതെല്ലാം കൊറോണറി ആർട്ടറീസ് ആണ്. അതിന്റെ ഓപ്പോസിറ്റിലാണ് കൊറോണറി വെയിൻസ്. നമ്മളിപ്പോ കൊറോണറി വെയിൻസിലേക്ക് പോവുകയാണ്. കൊറോണറി വെയിൻസിന്റെ ജോലി ഞാൻ പറഞ്ഞു, ഹാർട്ട് മസിലിലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ വീണ്ടും ഹാർട്ട് മസിലിലെ എടുത്തുകൊണ്ട് പോവുക, അതാണ്. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് ഇൻസുലയാണ്. ഇവിടെ ലെഫ്റ്റ് ഇൻസുലയിലാണ് അത് വരുന്നത്. ഇതാണ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് അല്ല കോൺഫ്ലിക്റ്റ് ഓഫ് ദി കൊറോണറി വെയിൻസ്. അപ്പൊ ഇവിടെ ഫീമെയിൽ കെയിം പ്രോമിനന്റ്. കാരണം ഈ പറയുന്ന ബ്രെയിനിന്റെ ഫസ്റ്റ് പിക്ചർ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് പിക്ചർ നോക്കുക, അതൊരു ഹെമി 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 എന്താ പറയാ ഹെമിസ്ഫിയർ, പകുതി ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ ലെഫ്റ്റ് സൈഡിന്റെ സെൻട്രൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി സെന്റർ ദാറ്റ് കൺട്രോൾസ് കൊറോണറി ആർട്ടറീസ്, അയോർട്ട, കരോട്ടിഡ് ആർട്ടറി, സബ്ക്ലേവിയൻ ആർട്ടറി, അവിടെയാണ് കൊറോണറി വെയിൻസിനെ കൺട്രോൾ ചെയ്യുന്ന സെന്റർ. ഇത് നിങ്ങൾ മാർക്കുക. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് ഇതാണ് ഫസ്റ്റ്. അത് നിങ്ങൾക്ക് ഈ സ്കിസോഫ്രെനിക് കോൺസെൻട്രേഷൻ ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് കോൺഫ്ലിക്റ്റ് ട്രൈസ് അറ്റ് ദി റൈറ്റ് സൈഡ്. അതുകൊണ്ട് റൈറ്റ് സൈഡിലാണ് മേനിയാക്കൽ സൈഡ് എന്ന് പറയും. അപ്പൊ അത് അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ബാലൻസ് തെറ്റി ഒരാൾ ഡിപ്രഷനിലേക്ക് പോകും. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഹെമിസ്ഫിയർ ഈസ് ഓൾവേസ് ഡിപ്രഷൻ. അപ്പൊ അവിടെയാണ് പ്രോമിനന്റ് ആയിട്ടുള്ള. അപ്പൊ ഇവിടെ അഫക്റ്റ് ആയി എന്ന് വിചാരിക്കുക, കൊറോണറി വെയിൻസ് ആണ് അഫക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അയാളുടെ ഫെമിനിറ്റി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഏരിയ പോകുന്നു. അപ്പോൾ അയാൾ ചിലപ്പോൾ കൂടുതൽ മേനിയാക്കലായേക്കാം, അയാളുടെ കൺട്രോൾ ചെയ്തേക്കാം. കോൺഫ്ലിക്റ്റ് എന്താണ്? സെക്ഷൽ ആണ്. ഇപ്പൊ എന്താണ് സെക്ഷൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ? അതൊരു റിജക്ഷൻ ആവാം, റിലേഷൻഷിപ്സിൽ വരുന്ന ബ്രേക്ക് ആവാം, ഒരാളുടെ ഡിവോഴ്സ് ആകാം, കമ്പൽഡ് ആയിട്ടുള്ള ഇതാവാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് പറയാം ബിട്രയൽ, ഡിസോണസ്റ്റി, അയാൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, ഇങ്ങനെയുള്ളതെല്ലാം ഒരു സെപ്പറേഷൻ. വില്ലിങ് ആയിട്ടായിരുന്നില്ല, ബട്ട് സെപ്പറേഷൻ, ഇങ്ങനെയുള്ളതെല്ലാം അതിനെ നമ്മൾ പറയുന്നത് സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സെക്ഷൽ ആണ് അതിന്റെ കാരണം, അതിനെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയാം. അപ്പം ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ എന്താ സംഭവിക്കുന്നത്? സെയിം തിങ് അവിടെ. കാരണം അതെല്ലാം റെഡ് ആണെന്ന് അല്ല, റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അതെല്ലാം എക്ടോഡൈൻ ഡിറൈവ്ഡ് ആയതുകൊണ്ട് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി അൾസറേഷൻ ഇൻ ദി വെയിൻ, അതിന്റെ ലൈനിങ്ങിൽ. പിന്നെ മോഡറേറ്റ് അൻജൈന. ഇപ്പൊ കൊറോണറി ആർട്ടറീസിലുള്ള അത്രയും അൾസറേഷൻസ് നടക്കുന്നില്ല, അതുകൊണ്ട് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അൻജൈന എന്ന് പറഞ്ഞാൽ പെയിൻ ഉണ്ടാകുന്നു. അത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകും. നെഞ്ചിനൊരു ചെറിയ ഒരു കുത്തിപ്പിടുത്തം, വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയും. ഹീലിംഗ് ക്രൈസിസിൽ എന്താണ് സംഭവിക്കുന്നത്? കൊറോണറി വെയിൻസിൽ സെയിം തിങ്. എന്താണ്? സെയിം അല്ല, സോറി, അവിടെ ലങ് എംബോളിസം വരും. കാരണം ഈ വെയിൻസിന്റെ അകത്തുള്ള ബ്ലഡ് ക്ലോട്ടഡ് ആയേക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഹീലിംഗ് ഫേസിൽ, ഹീലിംഗ് ക്രൈസിസിൽ എസ്പെഷ്യലി ദർ മേ ബി എംബോളസ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദി വെസൽ ഫോം ചെയ്യുന്ന ക്ലോട്ട്സിനെയാണ്. അത് അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അത് പൾമണറി സർക്കുലേഷനിലേക്ക് ചിലപ്പോൾ പോയേക്കാം. അത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാക്കിയേക്കാം. അത് വീണ്ടും ഹാർട്ടിനെ ഏത് രീതിയിലാണ് ബാധിക്കും? ടാക്കിക്കാർഡിയ ആക്കിയേക്കാം. ആങ്സൈറ്റി ഉണ്ടാവും. ചിലപ്പോഴും സിവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടാകാം, ഉണ്ടാകത്തില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാളുടെ റിജക്ഷൻ, ഒരാളുടെ കമ്പൽഡ് ആയിട്ടുള്ള ഡിവോഴ്സ്, റിജക്ഷൻ, ഇതൊക്കെ ഒരാളുടെ ലങ്സ് ഇതില് ബാധിക്കാം കൊറോണറി വെയിൻസ്. ഇതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട GSK വ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെനി എംബോളിക് എപ്പിസോഡ്സ് എംബോളസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബ്ലഡ് ക്ലോട്ട് അവിടുന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പോകാം. അത് ഹീലിംഗ് ക്രൈസിസിലും ആവാം. അപ്പൊ നമ്മൾ ചോദിക്കും ഹീലിംഗിൽ എന്താ ഇങ്ങനെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നതൊക്കെ ചെയ്യാം.
പക്ഷെ അത്ര ഇന്റൻസ് ആയിരുന്നു കോൺഫ്ലിക്റ്റ് എന്നാണ് അർത്ഥം. ഏതാണ് സെക്ഷൽ റിജക്ഷൻ അല്ലെ സെക്ഷൽ കോൺഫ്ലിക്റ്റ്. ടൈമിംഗ് ആഫ്റ്റർ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര സമയം എടുത്തു? ഇവിടെയും 9 മാസം എന്നാണ് പറയുന്നത്. അതിനുള്ളിലായിട്ട് റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുവാണെങ്കിൽ വലിയ സീരിയസ് ആവത്തില്ലെന്നാണ് ഡോക്ടർ ഹാമർ കണ്ടുപിടിച്ചത്. നമ്മൾ വളരെ സ്പീഡിൽ ഈ പ്രധാനപ്പെട്ട ഞാൻ ഗള്ളറ്റ് മ്യൂക്കോസ ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും ഗള്ളറ്റ് മ്യൂക്കോസ പ്രോഗ്രാമാണ്. അതായത് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിലാണ് നമുക്ക് സിംറ്റംസ് ഉണ്ടാകുന്നത്. ഡ്യൂറിങ് ഹീലിംഗിൽ അല്ല. അതെ, ഈ സ്കിൻ, ഞാൻ എപ്പോഴും അത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിലെ എപ്പിഡെർമിസിന്റെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസ് നംനെസ് ആണ്. വി ഡോണ്ട് ഹാവ് എനി സിംറ്റം. നമ്മളെ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. പക്ഷെ ഡ്യൂറിങ് ഹീലിംഗ് ആണ് നമുക്ക് സ്കാച്ചിങ്, ഇച്ചി ഇതൊക്കെ ഉണ്ട്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇപ്പം ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിലാണ് നമുക്ക് ഈ പറയുന്ന സിംറ്റംസ് എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത് ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേൺ ആയിട്ട് നമ്മൾ പറയുന്നത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഈ വെസൽസിലേക്ക് വരുവാണ്. കൊറോണറി വെസൽ വെയിൻ കഴിഞ്ഞു, അത് ഓൾറെഡി ചർച്ച ചെയ്തതാണ്. ഇനി ഈ ഞാൻ അയോർട്ട എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ലെഫ്റ്റ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് എല്ലാം പോകുന്ന ബ്ലഡ് സപ്ലൈ അവിടെ നിന്ന്. അപ്പൊ മുകളിലേക്കുള്ളതിനാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കരോട്ടിഡ് ആർട്ടറീസ്. കുറച്ച് താഴെയുള്ളത് സബ്ക്ലേവിയൻ ആർട്ടറീസ്. ഇപ്പൊ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, കോമൺ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. സബ്ക്ലേവിയൻ ആർട്ടറി നമ്മുടെ ക്ലാവിക്കിളിന്റെ ലെവലിന് താഴത്തേക്കുള്ള. അപ്പം ആ വെസൽസിലെല്ലാം പ്രധാനപ്പെട്ട വെസൽസിന്റെ പഠിക്കാം നമുക്ക് കുറച്ച്. അതിന്റെ കോൺഫ്ലിക്റ്റ് എക്സാക്ട്ലി ലൈക്ക് കൊറോണറി ആർട്ടറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമാണ്. അത് ടെറിട്ടോറിയൽ ലോസ് കോൺഫ്ലിക്റ്റ് ആണ്. സെയിം കോൺഫ്ലിക്റ്റ് പാറ്റേൺ കൊറോണറി ആർട്ടറീസിൽ. അത് ഓർത്തെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ റൈറ്റ് ഇൻസുലയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അൾസറേഷൻ എന്തിനാണ്? കൂടുതൽ ബ്ലഡ് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അൾസറേഷന്റെ സമയത്ത് പെയിൻ ഉണ്ടാവാം. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്തുകൊണ്ടാണ്? റൈറ്റ് സൈഡിലാണ് കൊറോണറി ആർട്ടറീസ്. ഞാൻ വീണ്ടും ഈ പടത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നാളെ ചുമന്ന് കാണുന്ന കൊറോണറി ആർട്ടറീസ്, അയോർട്ട, കരോട്ടിഡ് ആർട്ടറീസ്, സബ്ക്ലേവിയൻ ആർട്ടറീസ്, അതെല്ലാം റൈറ്റ് സൈഡിലെ ഹെമിസ്ഫിയറിലാണ് അഫക്റ്റഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ യു വിൽ ഓട്ടോമാറ്റിക്കലി ബി ഡിപ്രസ്ഡ്. കാരണം മേനിയാക്കൽ സൈഡ്, ഡിപ്രസ്ഡ് സൈഡ്, അല്ലെ ഫീമെയിൽ സൈഡ്, മെയിൽ സൈഡ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മെയിൽ സൈഡിലാണ് അത് അഫക്റ്റഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഫീമെയിൽ സിംറ്റംസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഡിപ്രഷൻ ആണ് അവിടെ വരുന്നത്. മേനിയാക്കൽ ആവത്തില്ല ആ പേഷ്യന്റ്. ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ വെസൽസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ് അന്യൂറിസം കരോട്ടിഡ് ആർട്ടറീസിലും ഇന്റേണൽ കോമൺ കരോട്ടിഡ് ആർട്ടറീസിലും സബ്ക്ലേവിയൻ ആർട്ടറീസിലും വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അന്യൂറിസം. അന്യൂറിസം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ടിഷ്യൂ ഡിസ്ട്രക്ഷൻ, അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പം ബ്ലഡ് വെസൽസിന്റെ ഡിഫോമിറ്റീസ് വന്നിട്ട് അന്യൂറിസം, ഒരു ബാഗ് ലൈക്ക് സ്വെല്ലിങ് അവിടെ ഉണ്ടായേക്കാം. അപ്പൊ ഹീലിംഗ് ഫേസിലാണ് റിപ്പയറിങ് നടക്കുന്നത്. ആ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഡിപ്പോസിറ്റ് ഓഫ് പ്ലേക്സ് മെയ്ഡപ്പ് ഓഫ് കൊളസ്ട്രോൾ സംഭവിക്കുന്നു. അപ്പം ഡ്യൂറിങ് ഹീലിംഗ് ഇത് റിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ നാരോയിങ് ഓഫ് ബ്ലഡ് വെസൽസ് നടക്കാം. അത് ചിലപ്പോൾ ഒരു എന്താ പറയുക ഫെയിൻറ്റിനെസ്, ഡിസീനെസ് ഒക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇനി നമ്മൾ കരോട്ടിഡ് സൈനസ് ഡോക്ടേഴ്സിനൊക്കെ അറിയുന്നതാണ്. ആ 2 വട്ടം ഇട്ടിരിക്കുന്നതാണ് കരോട്ടിഡ് സൈനസ് എന്ന് പറയുന്നത്. അതിന്റെ ജോലി നമ്മുടെ ബോഡിയിലുള്ള എപ്പോഴും ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുകയാണ്. ഇത്ര നിങ്ങൾക്ക് പ്രഷർ വേണം, ബിക്കോസ് യു ആർ ഇൻ ദിസ് ക്രൈസിസ്. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട സെന്റേഴ്സ് ആണ് ഈ സൈനസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ പ്രഷർ റിസെപ്റ്റർ, ഇപ്പൊ ബ്ലഡ് എത്ര പ്രഷർ ഉണ്ട്, ഇപ്പൊ എത്ര വേണം, ഇങ്ങനെയുള്ള റെഗുലേഷൻ എല്ലാം അവിടെ ഇരിക്കുന്ന ഈ നോഡാണ് സൈനസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കരോട്ടിഡ് സൈനസിന്റെ. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് എന്താണ്? കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കും, ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പ്രഷറാണ് എന്നുള്ളത് തന്നെ ആളുടെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആവാനും, അത് പിന്നെയും കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം അൾസറേഷൻ ഉണ്ടാവുകയും ബ്ലഡ് പ്രഷർ ലോ ആകാനും സാധിക്കും. അപ്പൊ എന്ത് ചെയ്യും? ബ്രാഡിക്കാർഡിയ ഉണ്ടാകും, ഹൈപ്പോ ടെൻഷൻ. അപ്പൊ എന്ത് ചെയ്യും? അത് കൂട്ടാനുള്ള എന്തെങ്കിലും മരുന്നുകൾ തരും. ഇതെല്ലാം പണികളുണ്ടല്ലോ നമ്മുടെ. അതുകൊണ്ട് അതെല്ലാം ചെയ്തിട്ട് രോഗിയെ പെർമനന്റ് ആയിട്ടുള്ളൊരു
ഒരു ഫാർമ അഡിക്റ്റ് ആയിട്ട് നമ്മളെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഇതെല്ലാം വളരെ വിശദമായിട്ട് പഠിക്കണം. പെട്ടെന്നൊരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ സ്പീഡിൽ ഓടുകയാണ്. പറയാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഹീൽ ചെയ്യുമ്പോൾ, അതായത് ഈ കൊറോണറി സോറി ഈ അയോട്ട ആയാലും കരോട്ടിഡ് ആർട്ടറീസ് ആയാലും സബ്ക്ലവിൻ ആർട്ടറീസ് ആയാലും ഇതിന്റെ റിപ്പയറിംഗിന്റെ ഫേസിൽ അവിടെ കൊളസ്ട്രോൾ ആവശ്യമായിട്ട് ബോഡി റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ പുറത്തുനിന്ന് നമ്മൾ കൂടുതൽ കഴിക്കാനുള്ള താല്പര്യമൊക്കെ. ഇതൊന്നും ഡാമേജിങ് അല്ല, ഇതൊന്നും ഡിസ്ട്രക്ഷൻ അല്ല, ഡിസ്ട്രക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു മിത്താണ്. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം, അതിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒന്നും വാസ്തവമല്ലെന്ന് നിങ്ങൾക്ക് GNM പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണഗതിയിൽ പലപ്പോഴും ബ്രെയിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെ CT സ്കാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും പല പല പുതിയ പുതിയ ഡയഗ്നോസിസും കണ്ടുപിടിക്കും. എന്നിട്ട് പറയും ബ്രെയിനിന്റെ അത് ഇങ്ങനെ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കാണാനുണ്ട്. അത് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യു ആർ ഹാവിങ് അഡീഷണലി എ ബ്രെയിൻ ട്യൂമർ. പലപ്പോഴും നമ്മൾ ബ്രെയിൻ ട്യൂമർ ആയിട്ട് മിസ് ഡയഗ്നോസിസ് വരുന്നതിന്റെ കാരണം ഇതാണ്. വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് എവറി ഫിസിക്കൽ ചേഞ്ച് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് റാൻഡം ആയിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. അതിനൊരു മൈൻഡ് കോസ് ഉണ്ട്, ബയോളജിക്കൽ കോസേഷൻ ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട്, DHS ഉണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി ബ്രെയിനിന്റെ അകത്ത് ഇമ്പാക്റ്റഡ് ആകും എന്നുള്ള സത്യം, എന്നുള്ള വിപ്ലവകരമായിട്ടുള്ള സത്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം ഒത്തിരി പേരെ ഇങ്ങനെ ബ്രെയിൻ ട്യൂമറായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും തലവെട്ടി പൊളിച്ച് അവിടുന്ന് ട്യൂമർ ഇവാക്യുവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള സംഗതികൾ നടക്കും. കൊളസ്ട്രോളിന്റെ ജോലി എന്ന് പറയുന്നത് റിപ്പയർ ജോലിയാണ്. അതുകൊണ്ട് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട, അതെന്തോ അപകടകാരിയാണെന്നുള്ള രീതിയിൽ പിക്ചറൈസ് ചെയ്യേണ്ടതായിട്ടുള്ള. എവിടെയെല്ലാം വെസൽ ഡാമേജ് ഉണ്ടാകുന്നുണ്ടോ അതിനെ റിപ്പയർ ചെയ്യണം. ഈവൻ ഇന്റർ സെല്ലുലാർ സ്പേസിൽ, ടിഷ്യൂ ഫ്ലൂയിഡിലൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കണ്ടന്റ് ആണ് കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മൾ മറന്നേക്കരുത്. ലോകം മുഴുവൻ ഇങ്ങനെയാണ് പോകുന്നത്, നമ്മൾ അതിന്റെ കൂടെ പോകരുത്. നമ്മൾ ചോദ്യം ചെയ്യേണ്ടതും പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതും. അപ്പോ കൊളസ്ട്രോൾ ഈസ് എ ഫ്രണ്ട്, ഹെൽപ്പർ, നോട്ട് ആൻ എനിമി. ഇതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഹാർട്ടിന്റെ സിംറ്റംസ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തു ഒരാൾക്ക് സ്ഥിരം എൻ്റെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2-3 വർഷമായിട്ട് അയാളോട് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കേൾക്കത്തില്ല, വരാതിരിക്കുന്നില്ല. അങ്ങനെ വന്ന് മരുന്ന് മേടിക്കുന്നവരുണ്ട്. നമ്മുടെ ഡ്യൂട്ടി ഈ പൈസ മേടിക്കണമല്ലോ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല, നിങ്ങളുടെ പേടിയാണ്, ഇത് ഒബ്സഷനാണ്, നിങ്ങൾ പറയാനുള്ളത് പറയും, മരുന്ന് കൊടുക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ, നമുക്ക് പ്രശ്നമില്ല. പഴയ പോലെ ഒന്നുമില്ല ഡോക്ടർ. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ടൈൽസ് ജോലിക്കാരനാണ്. അപ്പൊ ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഭാഗം ഡോക്ടർ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഡോക്ടർ വീണ്ടും പറഞ്ഞത് നിങ്ങൾക്ക് പേടിക്കണ്ടെന്ന് പറയും. എന്നാലും പേടിക്കാനായിട്ട് റെഡി ആയിട്ട് ആ രോഗി വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പൊ റിപ്പീറ്റഡ് ഫിയർ ഉണ്ടാകുമ്പോഴാണ് ഈ സിംറ്റംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെക്കറിങ് മാരേജ് സ്ട്രെസ്, കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബിസിനസ് ത്രെട്ട്, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ് കൂടെ കൂടെ വരും. ഇതെല്ലാം പേടിയിൽപ്പെടുത്താനായിട്ട്. അപ്പോ റിയൽ ആയിട്ടുള്ള പ്രിവെൻഷൻ ഈസ് ഇൻ GHK. നിങ്ങൾക്ക് അതിന്റെ കാരണത്തെ കുറിച്ച് അറിയാം. കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ പേടിപ്പിക്കാനോ നിങ്ങൾക്ക് പാടില്ല. അപ്പൊ ഒരു ഡിസീസ് ഡയഗ്നോസിസിന്റെ ഫിയർ, അത് നിങ്ങൾക്ക് GHKയിൽ പ്രതീക്ഷിക്കുകയോ വേണ്ട. റിയൽ ആയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് ഒരു കുഴപ്പമില്ല. ഇന്ന് തന്നെ ഞാൻ 2-3 പേരോട് പറഞ്ഞാണ്, നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് ഇനി മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇനി മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ മോഹനായിട്ടോ അംബാനിയുടെ മോനായിട്ടോ മോളായിട്ടോ ജനിക്കാനായിട്ട് പറ്റത്തില്ല. യു ആർ മെയ്ഡ് ഓൾറെഡി, പെർഫെക്റ്റ്ലി മെയ്ഡ്. ഞാൻ അതിന്റെ കൂടെ ചേർക്കും, ദൈവം ഈ നാരായണനും ലക്ഷ്മിയും കൂടെ കൂടിയിട്ടാണ് നിങ്ങളെ ജനിപ്പിക്കുന്നത്. ദൈവം അങ്ങനെയാണ് ജനിപ്പിക്കുന്നത്. അപ്പോൾ മാതാപിതാ ഗുരു ദൈവം, അത് ഇന്ത്യൻ ഫിലോസഫിയിലുള്ള വിശ്വാസത്തിലുള്ള. ഇനി നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഹാർട്ടിന് ഒരു കുഴപ്പമില്ലെന്നേ. നിങ്ങളുടെ മനസ്സിലാണ് പിന്നെ പിന്നെ കയറി വന്ന കാര്യങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ശ്രമത്തിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കാം. അപ്പൊ ഈ കംപ്ലീറ്റ് പ്രോഗ്രാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കണം, സപ്പോർട്ടീവ് റിലേഷൻഷിപ്സ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് ആ ആളെ ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് GNM പ്രാക്ടീഷണറുടെ ജോലി. അതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിസിൻ നമുക്ക് മാത്രമാണ്. നമ്മൾ മീൻസ് GHK പ്ലസ് ഹോമിയോപ്പതി. അപ്പൊ ഹോമിയോപ്പതി ഡോക്ടറെ സംബന്ധിച്ച് നമുക്കൊരു ബ്ലെസ്സിങ് ആണ്, ഒരു ഗിഫ്റ്റ് ആണ്. വി ഹാവ് ഗോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ, ദി വേ ഹൗ ദ പേഷ്യന്റ് ഈസ് തിങ്കിങ്, ദി പെക്കൂലിയാരിറ്റി അല്ലെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒബ്സഷൻ ആയിട്ടുള്ള ചില തിങ്കിങ് പ്രോസസ് വിച്ച് ദി പേഷ്യന്റ് കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളതിന് നമുക്ക് ഈ മെഡിസിൻ കൊടുത്താൽ മതി. മെഡിസിൻ കൂടെ കഴിക്കുക.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കാൻ പറ്റും. ഹീലിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിക്കാനായിട്ട് പറ്റും. ഫിയർ ഓഫ് ഡയഗ്നോസിസ് നമുക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ ഹാർട്ട് പേഷ്യന്റ് ആണ്, അയ്യോ മരിക്കുന്നവരെ ബ്ലഡ് തിന്നേഴ്സ് നിർത്തരുതെന്ന് പറഞ്ഞിരിക്കും. മരിക്കുന്നിടം വരെ ബ്ലഡ് പ്രഷറിനുള്ള മരുന്ന് കഴിക്കരുതെന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മക്കളെല്ലാം വലിയ വിദ്യാഭ്യാസ സമ്പന്നരൊക്കെയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, അമ്മച്ചി കഴിക്കാതിരിക്കല്ലേ, പിന്നെ കുഴപ്പമാകുകയെ. അപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. 35 വർഷം ഡയബറ്റീസ്, 30 വർഷം പ്രഷർ, ഒന്നും പറയണ്ട. അപ്പോ ചില രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഏതോ ഒരു സ്റ്റഡി ഉണ്ട്, റോസറ്റോമെസ്ട്രി എന്നാണ് അതിന് പറയാം, നിങ്ങൾക്ക് വായിക്കാം, കൂടുതൽ ഞാൻ പറയുന്നില്ല. അതിൽ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ട് റിലേറ്റഡ് ആയ സിംറ്റംസേ ഇല്ല. അപ്പൊ അങ്ങനെ വിശദമായിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ സ്ട്രോങ് ഫാമിലി ബോൺസ് ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പൊ സോഷ്യൽ ബിലോങ്ങിങ്സ്, അപ്പൊ ഈ ഹാർട്ടിന് അസുഖം വരാൻ സാധ്യതയുള്ള കോൺഫ്ലിക്റ്റുകൾ എല്ലാം ഫ്രീ ആകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. അപ്പൊ സോഷ്യൽ റിലേഷൻഷിപ്സ്, സോഷ്യൽ ബിലോങ്ങിങ്സ്, ഇമോഷണൽ സെക്യൂരിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഹാർട്ടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സിംറ്റംസ് ആയിട്ട് വരുന്ന ഒരു അഞ്ചൈൻ, ഇവിടെ ഇരുന്ന് ചുള്ള കുത്തുന്നുണ്ട്, ഹാർട്ട് തന്നെ അതിങ്ങനെ കയ്യിലേക്ക് വരുന്നുണ്ട്, അല്ലെ ഹാർട്ടിന്റെ ബീറ്റിംഗ് നോക്കി നോക്കി ഡോക്ടറെ അത് അടിക്കുന്നതിന് എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ എറിത്തിമിയ, അഞ്ചൈന, പിന്നെ ഹാർട്ട് അറ്റാക്ക് ഹിസ്റ്ററി, ഫാമിലിയിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്, അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത്. അല്ലെങ്കിൽ വാൽവ് മർമർ ഉണ്ട് ഡോക്ടറെ, എനിക്ക് തന്നെ തോന്നുന്നു ഇവിടെ നിന്ന് അടിക്കുമ്പോൾ ശബ്ദം കേൾക്കാം, ഡോക്ടർ നോക്കിക്കേ, അതുണ്ട്. അപ്പൊ മർമർ, ഇതൊക്കെ ഹീലിംഗ് ഫേസ് ആണെന്നുള്ളത് മനസ്സിലാക്കി, യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ് തിങ്. വറി ചെയ്ത് കഴിഞ്ഞാൽ മോശമാകത്തേ ഉള്ളൂ. യു ഡോണ്ട് നീഡ് ടു നോ തിങ്സ് ഇൻസൈഡ്. ഇത് ഇന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതിലെ എടുക്കുന്ന ശ്വാസം എത്ര ഭാഗത്തൂടെ കയറി ഇറങ്ങിയിട്ടാണ് ശ്വസിക്കുന്നതെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്? ശ്വാസം എടുക്കുന്നുണ്ട് വിടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോരെ. ഭക്ഷണം കഴിക്കുന്ന ഇതിലേ പോയി അപ്പിയായിട്ട് മറ്റേ വശത്തൂടെ പോകുന്നത് എതിലെല്ലാം കടന്നു പോകുന്നു, എങ്ങനെയൊക്കെ ദഹിക്കുന്നു, ഏതെല്ലാം കുഴലിൽ കൂടെ, ഏതെല്ലാം വലിയ ലാർജ് ഇൻഡസ്ട്രീൻ, സ്മോൾ ഇൻഡസ്ട്രി, ഇതൊക്കെ അറിയേണ്ട കാര്യം എന്താണ്? ഒരാവശ്യമില്ല. ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, മലം പോകുന്നുണ്ട്, ഇത്ര അറിഞ്ഞാൽ മതി. വെള്ളം കുടിക്കാൻ ദാഹം തോന്നുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, മൂത്രം പോകുന്നുണ്ട്, ഇത്ര അറിഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ ഒരു ആശുപത്രിയിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം പരിശോധിച്ചിട്ട് അഡീഷണൽ ആയിട്ടൊരു 10 ഡയഗ്നോസിസ് എങ്കിലും കൂടുതൽ നിങ്ങൾ ടേക്ക് ഹോം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോ ടെറിട്ടോറിയൽ ലോസ് ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് കൊറോണറി ആർട്ടറീസ് പിടികിട്ടി. സെക്ഷൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ? സെക്ഷൽ ഷോക്ക് ഉണ്ടോ? റിജക്ഷൻ, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഡിവോഴ്സ്, ഇതൊക്കെ നമുക്ക് ഓവർവെമിങ് കോൺഫ്ലിക്റ്റ്, മയോകാർഡിയൽ പെയിൻ, ഓവർവെമിങ് കോൺഫ്ലിക്റ്റ്, സെൽഫ് ഡീവാലുവേഷൻ, വാൽവുലർ പ്രോബ്ലംസ്, അറ്റാക്ക് കോൺഫ്ലിക്റ്റ്, പെരികാർഡിയൽ ഫ്ലോ, ഇത്രയൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതിനൊന്നും വലിയ വിശദമായിട്ടുള്ള പഠനവും ഒന്നും ആവശ്യമില്ല. നമുക്ക് രോഗി വരുമ്പോൾ ഒരു ഹോമിയോപ്പതി ഡോക്ടർക്കും വിത്തൗട്ട് വെരി ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് രോഗി വരുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് വരാറില്ല ഈ ഗുളിക കഴിക്കാനായിട്ട്. അങ്ങനെ പല ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ കയറി പോകുന്നില്ല, വലിയ വലിയ ടോപ്പിക്സ് ആണ്. സോ GSK എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് യു ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ബയോളജിക്കൽ മീനിങ്, എന്ത് ബയോളജിക്കൽ പെർപ്പസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എമർജൻസി ഉള്ള സമയത്ത് വെച്ചോണ്ടിരിക്കണം എന്ന് ഞാൻ പറയത്തില്ല. യു ഹാവ് ടു മാനേജ് ആസ് എൻ എമർജൻസി കേസ് ഇറ്റ്സെൽഫ്. For knowledge of the doctor can be imparted to the patient, and that knowledge can empower him, enable him to live very peacefully, very harmful, very happy ആയിട്ട് ജീവിക്കാൻ. അപ്പോൾ ഞാൻ നിർത്തുകയാണ്, 1.5 മണിക്കൂറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞൊരു ബയോളജിക്കൽ ലോ ഫോളോ ചെയ്യുന്നതാണ്, ജസ്റ്റ് ലൈക്ക് എനി അതർ ഫിസിക്കൽ ഡിസീസ് ആൻഡ് മെന്റൽ ഡിസീസ്. അത് തന്നെയാണ് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത്. കോൺഫ്ലിക്ട് കണ്ടന്റ് ഡിറ്റർമിൻസ് ടിഷ്യൂ ഇൻവോൾവ്. അപ്പൊ ഏത് ടിഷ്യൂ ആണ് ഹാർട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കോൺസ്റ്റലേഷൻ പോലെ ഒത്തിരി കോൺഫ്ലിക്റ്റ് സൈമിൾട്ടേനിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പല പല സിംറ്റംസും സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ വരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴും ഓർക്കുക, ബ്രെയിനിന്റെ അകത്ത് ഈ ബ്രെയിൻ റിലേ അല്ലെ ബ്രെയിൻ കൺട്രോളിങ് സെന്റർ ഉണ്ടെന്ന് വിചാരിക്കുക, ഹാർട്ടിന്റെ ഓരോ ഭാഗത്തെയും കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാർഡിയാക് കേസസ് നിങ്ങളുടെ ഫാമിലിയിലുള്ളതോ പാർട്ണറോ കുട്ടികളോ പേരൻസോ ഒക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നോളജ് ഈസ് പവർ. ഞാൻ ഒത്തിരി ക്ലാസ്സിൽ എല്ലായിടത്തും പറയുന്നതാണ് നോളജ് ഈസ് പവർ.
അതുകൊണ്ട് ആ പവർഫുൾ ആവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇതൊക്കെ വായിച്ചു പഠിക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് ലേണിംഗ് GNM എന്ന് പറയുന്ന കാരോലിൻ മാർക്കോലിന്റെ എൻ്റെ ഗുരുനാഥയായ ഡോക്ടർ ഹാമറിന്റെ ഡയറക്റ്റ് ഡിസൈപ്പിൾ ആയിട്ടുള്ള learninggmm.com എന്ന് പറയുന്ന വെബ്സൈറ്റിലുള്ളത് മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ ഈ പിക്ചറായിട്ടൊക്കെ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ വായിക്കുക, പഠിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട്, ദി ഹാർട്ട് സഫേഴ്സ് നോട്ട് മിയർലി ഫ്രം കെമിസ്ട്രി. കൊളസ്ട്രോൾ കൂടിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കാതിരുന്നാൽ, എക്സസൈസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഷുഗർ കൂടിയാൽ, അങ്ങനെ കെമിസ്ട്രിയോ അല്ലെങ്കിൽ റാൻഡം ആയിട്ട് കോസ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടോ കൺജനൈറ്റൽ അല്ലെ ജനറ്റിക് ഓട്ടോ ഇമ്മ്യൂൺ ഒന്നുമല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സൈക്കിക് റീസൺസ് ആണ്. അതിനെ നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ വെരി വെൽ ഹെൽപ്പ് ദി പേഷ്യൻറ്റ്. ഇഫ് യു യുവർ സെൽഫ് ആർ എ പേഷ്യൻറ്റ്, യു ക്യാൻ ഹെൽപ്പ് യുവർ സെൽഫ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അൺറിസോൾവ്ഡ് ബയോളജിക്കൽ കോൺഫ്ലിക്ട്സിന്റെ ഇമ്പോർട്ടന്റ് പറഞ്ഞുകൊണ്ട് റിസോൾവ് ചെയ്യണം. പല മെത്തേഡുകളുണ്ട്. ഡോക്ടർ ഹാമർ ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ടോൾഡ് യു ക്യാൻ റിസോൾവ് ദി കോൺഫ്ലിക്ട്സ് ഇൻ 2 ലെവൽസ്. One is the psychic resolution, and ultimately and most importantly is spiritual resolution. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും അതിക്രമിച്ച് കിടന്നുകൊണ്ട് സോറി പറയുന്നു. എങ്കിലും ഇത്രയും നേരം 15 പേര് ശ്രവിച്ചിരിക്കുന്നതുകൊണ്ട് സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം 1500-ഉം 500-ഉം ഒക്കെ പാർട്ടിസിപ്പൻസ് ഉള്ള വേദികൾ, പഠന ശിബിരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ 15-ഉം 18-ഉം പേരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറ്റബോധവും നഷ്ടബോധവും ഒന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നു, പഠിക്കുന്നു, എൻ്റെ കർമ്മം ചെയ്യുന്നു. ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ ചെയ്യുന്നത്. ചോദിക്കാം. ഇനി സ്പെസിഫിക് ആയിട്ട് ദേവാനന്ദിന് ആ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ എന്താണ് ഡോക്ടർ എന്ന് പറയാമോ? ഡോക്ടർ ജി എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് ബാഡ്മിന്റൺ കളിക്കുന്ന ആളായിരുന്നു. അപ്പൊ അയാള് വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരാളാണ്. വല്ലാതെ സൂക്കടിനെ വല്ലാതെ കെയർ ചെയ്യുന്ന ആളല്ല. എപ്പോഴും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നെർക്കിന്റെ അടുത്ത് വരും, ഞാൻ ചെറിയൊരു മരുന്നൊക്കെ കൊടുക്കും, അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളായിരുന്നു. അപ്പൊ അയാൾ ഇന്നലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, 2 ആഴ്ചയായിട്ട് എനിക്ക് ഒരു എക്സേഷണൽ ഡിസ്നിയാണ് പറഞ്ഞത്. ഞാൻ കൂടുതൽ എക്സേർട്ട് ചെയ്യുമ്പോൾ, അപ്പൊ കളിക്കുന്നില്ല അയാള്, കണ്ണിനൊരു ഇഞ്ചുറി പറ്റിയോണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് എക്സേർഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെസ്റ്റിന്റെ ഉള്ളില് എന്തോ നിറഞ്ഞ പോലത്തെ ഫീലിംഗ്. അപ്പം എനിക്ക് പിന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എല്ലാം സ്ലോ ഡൗൺ ചെയ്യും. അങ്ങനെ 2 പ്രാവശ്യം ഉണ്ടായി. ഇന്നലെ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞ്, സേ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എന്തെങ്കിലും ഞാൻ ചത്തുവോ എന്നോട് ചോദിക്കുകയും ചെയ്തു. ഞാൻ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞ്, അയാൾ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു പ്രയാസം. ഞാൻ എന്ത് ചെയ്ത്, അയാളെ ഒരു കാർഡിയാക് സെന്ററിലേക്ക് ഇന്ന് വിട്ട്, അയാളെ മരിച്ചു പോകുന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടായി. അപ്പം ഞാൻ ഇന്ന് കാർഡിയാക് സെന്ററിൽ വിട്ടിട്ട്, നമുക്ക് ഇവിടെ മെട്രോ എന്ന് പറഞ്ഞിട്ട് അയാളെ ഒരു ഇതിൽ കൂടെ ECG, എക്കോ കാർഡിയോഗ്രാം, ട്രെഡ്മീൽ ഒക്കെ ചെയ്ത്, എന്നിട്ട് അതൊരു എന്താ പറയാ, ഒരു പാക്കേജാണ്. ആ പാക്കേജിൽ ഇതൊക്കെ ചെയ്ത് ബ്ലഡ് ഇതും ചെയ്ത് ഒരു കാർഡിയോളജിസ്റ്റിന്റെ കൺസൾട്ടേഷനും ഉണ്ട്. അപ്പം അവര് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ട്രെഡ്മീൽ ഒരു 5 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ അയാൾക്ക് ഈ ഡിസ്ട്രസ് വന്ന് അയാൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസൾട്ട് ആയിട്ട് അയാൾ കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പം അയാൾ പറഞ്ഞ്, ഇപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, ആൻജിയോഗ്രാം ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും, അധികം കൊറോണറി വെസൽസിന് ബ്ലോക്ക് ആയിരിക്കാം എന്ന് പറഞ്ഞ റിസൾട്ട് ആയിട്ടാണ് അയാൾ എൻ്റെ അടുത്ത് വന്നത്. അപ്പം അയാൾ പറഞ്ഞ്, ഞാൻ ചോദിച്ച പേടിയായോ എന്ന് ചോദിച്ചപ്പം അത് സാരില്ല, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാള് ഇപ്പൊ സാധാരണ സ്കൂട്ടറിൽ വരുന്ന അളിയനെ വിളിച്ചിട്ട് ഒരു കാറിലാണെന്ന് വന്നത്. അപ്പൊ എനിക്ക് തോന്നി അയാൾ പേടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ റിസൾട്ട്സ് ഒക്കെ എനിക്ക് കാണിച്ചിട്ട് വന്നിട്ട് ചോദിച്ച്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇപ്പം തന്നെ ചെയ്യണോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ദിവസം തരൂ, നാളെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയട്ടോ എന്ന്. അപ്പൊ ഈ ഒരു ദിവസത്തിനുള്ളിൽ എല്ലാം കൂടി പഠിച്ചു കളയാം എന്നുള്ള തോന്നലാണ് ഞാനോട് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞത്. ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് പറഞ്ഞിട്ട് ആൻജിയോഗ്രാം ബ്ലോക്കേജ് ആയിരിക്കാം എന്തിനാണ് പറഞ്ഞത്? അല്ലാതെ ചെറുപ്പക്കാരനായതുകൊണ്ടാണ്. എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? 45 വയസ്സുണ്ട്. 45 വയസ്സായതുകൊണ്ടാണ് ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞത്. നിങ്ങളൊരു 65 ആയ പിന്നെ തീർന്നു, അയാൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാതെ വിടത്തില്ല. അത് പോട്ടെ. ഇനി ഫിസിക്കൽ എക്സേഷണൽ ഡിസ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡയഫ്രം പ്രോഗ്രാം.
ഡോക്ടർ ഒന്ന് വായിച്ചോളൂ, ഇന്ന് തന്നെ രാത്രിയോ നാളെ രാവിലെ അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഡയഫ്രം ഡയഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ മെന്റൽ ലെവലില് ഓവർവെൽമിങ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് സ്ട്രെസ് ഓവർലോഡ്, അത് മൈൻഡിലാണ്. ഇവിടെ ഫിസിക്കൽ റിലേറ്റഡ് ആണ്. ഫിസിക്കലി ഓവർവെൽമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒന്നും വയ്യ. പണ്ടാണെങ്കിൽ ഞാൻ 16 നിലയുള്ള ഫ്ലാറ്റ് മുഴുവൻ നിലയും ചവിട്ടി സ്റ്റെപ്പ് വഴി മുകളിലെത്തുമായിരുന്നു. ഇന്ന് ഞാൻ 1-ാം നിലയിലേക്ക് കയറി കഴിഞ്ഞാൽ കിതയ്ക്കും. ദാറ്റ് ഇസ് എ പ്രോബ്ലം. അത് തന്നെയാണ് പുള്ളിയുടെ DHS. അപ്പൊ എനിക്ക് വയ്യ എന്നുള്ളത് തന്നെയാണ് തോന്നല്. അതുകൊണ്ട് പുള്ളിക്കാരന് പിന്നെ അടുത്ത ദിവസം അതിനേക്കാളും കൂടുതലായിട്ട് വരും. പുള്ളിക്കാരൻ ആ കോസ് അറിഞ്ഞു കഴിഞ്ഞാൽ യു സ്റ്റോപ്പ് ഗോയിങ് ടു എനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ്. പോയി കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞില്ല, അയാൾ ഇപ്പൊ ഹാർട്ട് രോഗിയായല്ലോ, എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കല്ലേ, സ്റ്റെന്റ് ഇടണം. ഇനി ആകെ ചോദ്യം, എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, വർഗീസ് ഡോക്ടർ എന്താ ഇങ്ങനെ ഈ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? അറിയാതെ വരുന്നു പോവുകയാണ്. 5 ലക്ഷത്തിന്റെ വേണോ 1 ലക്ഷത്തിന്റെ വേണോ എന്ന് തീരുമാനിച്ചാൽ മതി. അപ്പൊ കുടുംബക്കാർ അയ്യോ അച്ഛന് എന്നും ഹാർട്ട് അറ്റാക്ക് വരുന്നില്ല, അപ്പൊ 5 ലക്ഷത്തിന് തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നതാണ് ബിസിനസ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ആൻജിയോ അല്ല, അയാൾക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് വരുമെന്ന് മുൻകൂട്ടി പറയുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അത് ആൻജിയോ വെസൽ ബ്ലോക്കേജ് ആയിരിക്കാമെന്ന് പറയുന്നത് എന്തിനാണ്? വളരെ ഈസി ആയിട്ട് കാത്ത് ലാബിൽ ചെയ്യുന്നത് അത് തന്നെയല്ലേ. ബ്ലോക്കേജ് ഇത്ര ശതമാനം എന്ന് പറയുകയല്ലേ ചെയ്യും. എൻ്റെ അടുത്ത് വരുന്ന ബ്ലോക്കേജ് ഉള്ളവരോട് ഞാൻ പറയും, അയാൾക്ക് 20% ഉണ്ടെങ്കിൽ എൻ്റെ ഒരു 90%വും പോയിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞത്, നിങ്ങളുടെ 1, 2, 3, 4 വെസല് പൊക്കോട്ടെ, പക്ഷെ സൈമൾട്ടേനിയസ് ആയിട്ട് ബൈപ്പാസ് ഉണ്ടാവും. So I can assure you that he is not a coronary artery disease patient. പുള്ളി കയറി ട്രെഡ്മില്ലിൽ ചെയ്യുമ്പോൾ തന്നെ പുള്ളിയുടെ മനസ്സിലായി, ഇത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പോകും. അത്രമാത്രം പുള്ളി ഭയപ്പെട്ടിട്ടാണ്. എനിക്ക് ഫിസിക്കൽ എക്സർഷൻ പറ്റത്തില്ലെന്ന് പുള്ളി തീരുമാനിക്കുകയാണ്. പുള്ളി ചിലപ്പോൾ ഭാര്യയുടെ കൂടെ പോകുന്നൊന്നും ഉണ്ടാകത്തില്ല. കാറയിലല്ല, ഇനി പുള്ളി കാറയിൽ തന്നെ പോകും. ഭയമാണ്, ഫിയർ ഓഫ് ഹാർട്ട് ഡിസീസ് ആണ്. അതിന് നമുക്കുണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ മരുന്നുണ്ട്. കാൽക്കരി കാർബൺ നമ്പർ 1 ആഴ്സനിക ഉണ്ട്, നമ്മുടെ ധാരാളം മെഡിസിൻസ് ഉണ്ട്. ഫിയർ ഓഫ് ഹാർട്ട് ഡിസീസിന് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുള്ള മെഡിസിൻസ്. ആ മെഡിസിനും കൊടുത്ത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ഈ പറയുന്ന ടെസ്റ്റിങ്ങിന് പോകാതിരിക്കുക, മര്യാദയ്ക്ക് വീട്ടിലിരിക്കുക, നിങ്ങൾ എല്ലാ ജോലികളും ഇന്ന് നടന്നതിനേക്കാൾ 5 ഓരോ കിലോമീറ്റർ ഓരോ ദിവസം കൂടുതൽ കൂടുതൽ നടക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിൽ നിങ്ങളോട് പറയേണ്ടത്, യെസ് ഐ ക്യാൻ, ഐ ക്യാൻ, ഐ ക്യാൻ. 41 വയസ്സേ ആൾ ഇപ്പോഴേ എല്ലാം ചുരുട്ടിക്കെട്ടി വെക്കാൻ പാടുണ്ടോ? ഇല്ല. ഐ ക്യാൻ, ഐ മസ്റ്റ് ആൻഡ് ഐ വിൽ. ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ്. ഐ മസ്റ്റ് അല്ലേ? ഇപ്പൊ 41 വയസ്സുള്ള ഒരാൾക്ക് 5-10 വയസ്സുള്ള പിള്ളേരായിരിക്കും ഉണ്ടാവുക മാക്സിമം. അവരെ വെച്ചിട്ട് ഇയാൾ ഇപ്പോഴേ ഹാർട്ട് രോഗിയായാൽ എങ്ങനെയാ? സോ ഐ മസ്റ്റ്. ഇതിനൊക്കെ ഒരു കണക്ടിവിറ്റി വേണം, ഒരു ദൈവവിശ്വാസമൊക്കെ വേണം. നമ്മൾ എന്നാ മരിക്കേണ്ടതെന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടൊന്ന് പറയുന്നതല്ലേ എളുപ്പം. നമ്മൾ ജനിച്ചത് നമ്മളല്ല, നമ്മൾ തീരുമാനിച്ച ദിവസം അല്ല എങ്കിൽ നമ്മൾ മരിക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതല്ലേ സുഖം. ഒരു 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 ദിവസം പോലെ നിങ്ങളുടെ ആയുസ് കൂട്ടിക്കെട്ടാനൊന്നും നിങ്ങൾക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല. അപ്പോൾ പിന്നെ എന്തിനാ ചികിത്സിക്കുന്നതെന്ന് ചോദിക്കും. ചികിത്സിച്ചിട്ട് ആയുസ് കൂട്ടിത്തരാമെന്ന് ഒരു ഡോക്ടറും പറയുന്ന എനിക്ക് വിശ്വാസം. ഇപ്പൊ വിശ്വാസികൾ പറയും, അതും കൂടെ കൂട്ടിയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്, ഇത്രാം ദിവസമേ മരിക്കത്തുള്ളൂ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ മരിക്കത്തുള്ളൂ എന്നൊക്കെ. അങ്ങനെ അതൊന്നും ചർച്ച ചെയ്താൽ തീരുന്ന വിഷയമല്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ ജന്മം ഞാനല്ല തീരുമാനിച്ചതെങ്കിൽ എന്റെ മരണത്തെക്കുറിച്ച് എന്തിനാണ് ഇത്രമാത്രം ഭയപ്പെടുന്നത്? ഐ വിൽ ഡൈ, നോ ഡൗട്ട്. എന്ന് തീരുമാനിച്ചത് എന്നെ ആദിമന്തോ ആൽഫ ഒമേഗ എന്ന് പറയും. ആദ്യം തീരുമാനിച്ച ഒരാളാണെങ്കിൽ അത് ആള് തന്നെ എന്ന് ഞാൻ മരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് നമുക്ക് സമാധാനമായിട്ട് ഈ ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കും. അല്ലാതെ ഈ ആശുപത്രി ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഇവിടെ പോയിട്ട് നമ്മൾ എന്താണ് നമ്മളെ അഡീഷണൽ ആയിട്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത്? ഒന്നുമില്ല. നിങ്ങൾക്ക് ഭയം മാത്രം കൊണ്ടുവരാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് അനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങിനെ കൂട്ടിക്കൊണ്ടിരിക്കാം. അത് മാത്രം നമ്മൾ ഡെയിലി കാണുന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഇന്നത്തെ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന നമ്പർ 1 അതുകൊണ്ട് പറഞ്ഞു പോയത്. അതുകൊണ്ട് അദ്ദേഹത്തെ പേടിപ്പിക്കാതിരിക്കുക. ഡോക്ടർ ഇന്ന് തന്നെ ആ ഡയഫ്രം പ്രോഗ്രാം വായിക്കുക. അതൊരു മസിലാണ്. ആ മസിലിന്റെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് വയ്യ, ഫിസിക്കലി എക്സർഷൻ എനിക്ക് പറ്റത്തില്ല എന്നുള്ള കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അത്രേ ഉള്ളൂ.
പുള്ളിക്കാരൻ എന്താ അത് മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ബ്രിങ് ഹിം ബാക്ക് ടു ഹെൽത്ത്, നോർമൽ ഹെൽത്ത്. Okay, thank you. Anyone else with any other question? 14 പേരുണ്ട്. അനിത, അബ്രഹാം വൈദ്യൻ, അനി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആശ, നിർമ്മല, ലത, ഡോക്ടർ പ്രകാശ്, ദ്രൗപദി, ജോസഫ്, ശ്രീകുമാർ, ശുഭ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതെങ്കിലും ചോദിക്കാം. എനിക്ക് അറിയാവുന്ന ഞാൻ ഹാർട്ടിന്റെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരാം സാറേ. തീർച്ചയായിട്ടും കാര്യം സാർ ഇന്ന് ഒരു വലിയൊരു ടോപ്പിക്ക് ചുരുങ്ങിയ ടൈം ടോപ്പിക്കാണ്, അതുകൊണ്ട് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. സാർ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ആ ഡയഫ്രം എന്ന് പറയുമ്പോ തന്നെ അതൊന്ന് വായിക്കാൻ തന്നെ ഉണ്ട്. അതെ, അതെല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം സാർ, സംശയമില്ലാഞ്ഞിട്ടല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഒത്തിരി പേർക്കുള്ള കംപ്ലൈന്റ് തന്നെയാണ്. നമ്മൾ ഉടനെ ബി പിയുടെ മരുന്ന് കഴിക്കും, ബി പി കുറയ്ക്കാൻ, ബി പി കൂടിയിട്ടാണ് എനിക്ക് കഥയ്ക്ക് വരുന്നത്, ഹാർട്ടിന്റെ വരുന്നത്. അങ്ങനെയല്ല, ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ്. അപ്പൊ ഡയഫ്രം അറിയാമല്ലോ, അത് എവിടെ ഇരിക്കണേന്ന് അറിയാമല്ലോ. അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസമുട്ടലുകളെല്ലാം അനുഭവപ്പെടും. ഇത്രേ ഉള്ളൂ. ഓടാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റില്ല. ഹാവ് പേഷ്യൻസ്. ഓക്കെ, എങ്ങനെയാണ് നിർത്തി കളയാം? മതിയായി, അല്ല 1.5 മണിക്കൂറായി. Thank you, sir. Thank you all. താങ്ക് യു. അപ്പൊ പിരിയാം. വലിയ ടോപ്പിക് ആയിരുന്നു, അത് എല്ലാം കംപ്ലീറ്റ് പറയാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഐ ട്രൈഡ്. താങ്ക് യു. നിങ്ങൾ ഇത്രയും പേര് കേട്ടിരുന്നതിന് സന്തോഷം. Thank you, doctor. Thank you. താങ്ക് യു. ആദ്യത്തെ ടീച്ചർ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുറച്ച് ഭാഗം മിസ് ചെയ്തു. ആദ്യത്തെ നല്ല ക്ലാസ്സായിരുന്നു, നല്ല ക്ലാസ്സായിരുന്നു. Thank you. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അടുത്ത ചൊവ്വാഴ്ച ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്കിസോഫ്രേനിയയുടെ ഇൻട്രൊഡക്ഷനുമായിട്ട് തുടങ്ങാം കേട്ടോ. താങ്ക് യു.